നമ്മോട് പറഞ്ഞ സൃഷ്ടിക്കുന്ന. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ വോയിസ് ഓഡിയബിൾ ആണോ പാസ്റ്റർ? ഓക്കെ ഓക്കെ ഓക്കെ. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ പകലില് എനിക്കിവിടെ 4 മണിയായിട്ടുണ്ട് സമയം. ഞാൻ അവിടെ ചിന്തിക്കുന്നു, അവിടെ 1 മണിയാകാൻ പോവുകയാണ് ചിന്തിക്കുന്നു. ഈ നല്ല ദിവസത്തില്, ഉയർപ്പിന്റെ പകല് നിങ്ങളോട് ചേർന്ന് ഈ ദിവസത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹിമപ്പെടുവാൻ, ജീവിക്കുന്ന സാക്ഷ്യങ്ങള്, ദൈവം നടത്തുന്ന വഴികൾ ഒക്കെ അറിയുവാനൊക്കെ ഇടയായ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ദേവദാസന്, കുടുംബം, എനിക്ക് ആരെയും അറിയില്ല. ആകെ അറിയാൻ ജിക്കു ബ്രദറിനെ അറിയില്ല. ഞാൻ ഫോണിൽ മാത്രം സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു മെസ്സേജ് കേട്ടിട്ട് വിളിച്ചതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനിടയായി, അത്രേ ഉള്ളൂ. എനിക്ക് ആ ചർച്ചിൽ ആരെയും അറിയാം. ഞാനിങ്ങനെ നോക്കിയായിരുന്നു ആരെങ്കിലും പരിചയമുണ്ടോ എന്ന്. ആരെയും അറിയില്ല. നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് പകലിലായിരിക്കാനായിട്ട് ദൈവമായ കർത്താവ് ഇടയാക്കി. ദൈവദാസനുമായിട്ടും ഫോണിൽ സംസാരിക്കാൻ ഇടയായി. ഇന്ന് ഈ പകലില് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള കുവൈറ്റിൽ ഈ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ചിലരുണ്ട്. ചിലർ നാട്ടിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു US-ൽ നിന്ന് ആര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വൈഫ് ഈ കോവിഡിന്റെ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് നാട്ടിലാണ്. വരാൻ പറ്റിയില്ല. ഇവിടെ വിസ ഇഷ്യൂ ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല. നാട്ടിലാണ് ആയിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ചില പ്രിയപ്പെട്ടവരും കൂടെ എൻ്റെ ചർച്ചിലെ ഗ്രൂപ്പിലിട്ടിൽ ഒത്തിരി ആളുകളാകുന്നതുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മാത്രം ഞാനിങ്ങനെ ഇന്നത്തെ പാസ്റ്റർ അയച്ചെന്ന ലിങ്ക് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാസ്റ്ററോട് പെർമിഷൻ ചോദിച്ചില്ല, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മാത്രം ചിലർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാല് ഈ ചർച്ചിലെ പ്രിയപ്പെട്ട ദൈവദാസന്, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിലെ വന്ദനം പറയുന്നു. കർത്താവ് ഇന്ന് പകലിൽ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക്, ഈ ദൈവസഭയിലെ ഈ വചന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്ത, ക്ഷണിച്ച പ്രിയപ്പെട്ട ജിക്കു ബ്രദർ, അതുപോലെ തന്നെ ദേവദാസന്, എല്ലാ ദൈവസഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് ഇന്ന് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ദൈവവചനത്തിലേക്ക് ഒത്തിരി സമയം കളയുന്നില്ല. എൻ്റെ പേര് ഷൈജു വർഗീസ് ദേവദാസൻ പറഞ്ഞല്ലോ. നാട്ടില് മലപ്പള്ളി ആണ് സ്വദേശം, പുതുശ്ശേരി. അവിടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ്. എൻ്റെ പപ്പ പാസ്റ്ററാണ്. ദീർഘവർഷങ്ങളായിട്ട് ഞാൻ ജനിച്ചത് തന്നെ പാഴ്സനേജിലാണ്, വളർന്നത് പാഴ്സനേജിലാണ്. അതുകൊണ്ട് പാഴ്സനേജിന്റെ നല്ല അനുഭവങ്ങൾ എനിക്കുണ്ട്. ഇപ്പോ പിന്നെ ഒത്തിരി രാജ്യങ്ങൾ, ഇംഗ്ലണ്ട് ഞാൻ വന്നിട്ടില്ല, ഫിസിക്കലായിട്ട് വന്നിട്ടില്ല. ഇതിനു മുമ്പ് 2-3 ചർച്ചകളിൽ ഇതിൽ വോയിസ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. വേറെ രാജ്യങ്ങൾ, US-ലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോകാനായിട്ട് ദൈവകൃപ തന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പാസ്റ്റർ ആണെന്നുള്ള രീതിയിൽ, മീൻസ് പാസ്റ്ററുടെ മകൻ എന്നുള്ള രീതിയിൽ ദൈവവചനമായിട്ട് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. ജനിച്ചത് പാസ്റ്ററുടെ മകനായിട്ടാണ് എങ്കിലും ഇന്ന് യേശുവിനെ വിളിക്കുന്നത്, യേശുവിനെ ആരാധിക്കുന്നത്, കർത്താവിനെ ആരാധിക്കുന്നത് പാസ്റ്ററുടെ മകനായിട്ടല്ല. കാരണം യേശുവിനെ രുചിച്ചറിഞ്ഞിട്ടാണ്, കർത്താവ് ജീവിക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ടാണ് കർത്താവിനെ ആരാധിക്കുന്നത്. ഞാൻ അവിടെ കൊണ്ട് ഞാൻ പാസ്റ്റർ ആകണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ വഴിക്ക് തന്നെ കൊണ്ടുവരും. ജോലിയൊക്കെ ചെയ്യാനും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചുനാൾ ചെയ്തു. MBA ചെയ്തു, പിന്നെ B.Ed ചെയ്തു. അത് കഴിഞ്ഞ് BCom ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചുനാൾ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദൈവവചനം അഭ്യസിച്ച് ഇവിടെ ദൈവ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കാനൊക്കെ ദൈവം ഇടയാക്കിയതിനു ശേഷം, പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ബാക്കി 1.5 ലക്ഷം രൂപ മുടക്കി ജോലി ചെയ്യുന്നതിനേക്കാൾ സന്തോഷം ഈ പ്രാർത്ഥനയില് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയില് ഞാൻ അനുഭവിക്കുന്നു. ദൈവദാസന്മാർക്ക് അതറിയാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ദൈവവചന ശുശ്രൂഷ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വർഗത്തിൽ പ്രതിഫലമുള്ള ഒരു ജോലിയാണ്. ഇത് നിങ്ങളെല്ലാവരും ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒക്കെ ദൈവവചനം ശുശ്രൂഷിക്കുന്നല്ലോ. അവരെല്ലാവരെയും, ദൈവവചനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും കർത്താവിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രവൃത്തി കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിയുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശേഷം ഒരു കാര്യം കൂടെ ഞാൻ ഇപ്പൊ കേട്ട സാക്ഷ്യങ്ങളോടുള്ള ബന്ധത്തിൽ പറയുക. ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ COVID-19 അങ്ങനെ അഫക്റ്റ് ചെയ്ത കാലഘട്ടത്തില് ഇവിടെ ഒരുപാട് പേർക്ക് അഫക്റ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെയുള്ള മിക്ക ആളുകളും നേഴ്സുമാരാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒത്തിരി ആളുകൾക്ക് അഫക്റ്റ് ചെയ്തു. ഒരു ഫാമിലിയില്, ഒരു വീട്ടില്, എന്റെ ചർച്ചിലെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. വീട്ടില് ഒരു സണ്ണിച്ചായനും ആന്റിയും 2 പേർക്കും കോവിഡായി. അത് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായി പോയി.
ഞാൻ ആ ഭവനത്തിൽ പോയി. ആ ടൈമിൽ തന്നെ ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചു. അതല്ല, ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒരു നമുക്ക് ഒരു ഹോപ്പ്ലെസ് പോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ആയിപ്പോയി. അപ്പോഴേക്കും ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ കോൾ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുമ്പം അദ്ദേഹം ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്. ആ രണ്ടുപേർക്കും വയ്യ. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും വയ്യ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ സമയത്ത് എന്നിട്ട് രാത്രിയിൽ കുറേ സമയമായി. ഇപ്പൊ ഞാൻ ഒരു ആന്റി പറഞ്ഞില്ലേ, പാസ്റ്റർ ഒത്തിരി ബോധർ ചെയ്തു, സൈജാനെ ബോധർ ചെയ്തു. എനിക്ക് ആരാന്ന് അറിയില്ല, എന്നാലും സൈജാനെ ബോധർ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ഇങ്ങനെ വിളിച്ചു, സംസാരിച്ചു. ആ രാത്രി നമുക്ക് കണ്ടിട്ട് ഉറക്കം വരാത്ത പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ, വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. പക്ഷെ ദൈവമായ കർത്താവ് സൗഖ്യം കൊടുത്തു. ആ തുടക്ക സമയത്ത് ഒരുപാട് ഭീകരതയുള്ള സമയത്താണ് ദൈവമായ കർത്താവ് അന്ന് രാത്രിയിൽ, മരുന്നിന്റെ ബലമോ അന്ന് മരുന്നൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അതൊന്നും ബലമൊന്നുമല്ല, മാസ്കോ അല്ലെങ്കിൽ PPE കിറ്റിന്റെ ഒന്നും ബലത്തിലല്ല, മറിച്ച് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരൊറ്റ കാര്യം കൊണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരൊറ്റ കാര്യം കൊണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഇത് ദൈവവചനമായിട്ട് ഇത് എഴുതി വെച്ച് ഇതിനകത്ത് വെച്ച് നമ്മള് വൈകിട്ട് വായിച്ച് കിടക്കാനല്ല, മറിച്ച് ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്തേക്ക് ആ വചനം വരട്ടെ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കിയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. നമുക്ക് രോഗം വരത്തില്ലെന്നല്ല, അവിടെയൊക്കെ എഴുതിയിരിക്കുന്ന വാക്കുണ്ടല്ലോ, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുന്ന രോഗം വരത്തില്ലെന്നല്ല. ഇപ്പൊ ഒരു സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞില്ലേ, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. അത് ഇംഗ്ലീഷ് വായിക്കും, നിങ്ങൾക്കറിയാം, ദ വാലി ഓഫ് ഡെത്ത് എഴുതിയിരിക്കുന്നത്. മരണത്തിന്റെ താഴ്വരയിൽ കൂടി കടന്നാലും ഒരു അനർത്ഥം ഭയപ്പെടുകയില്ല. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, ദാവീദ് പറയുന്ന വാക്കുണ്ട്, ഈ മരണത്തിന്റെ താഴ്വരയിൽ കൂടി കടന്നയാളാ പറയുന്നത്. മരണജ്ഞാനുമായിട്ട് ഒരടി നീളമേ ഉള്ളൂ എന്ന് പറഞ്ഞയാളാ പറയുന്നത്. ആ ആള് പറയുക, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇന്ന് വേദനയില്, സങ്കടത്തില്, ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഈ വേദന അത് തീർത്തു കളയാനല്ല, ഇല്ലാതാക്കി കളയാനല്ല, മറിച്ച് പൊന്നുപോലെ പുറത്തു വരേണ്ടതിന് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കട്ടെ. ദൈവത്തിന്റെ പർപ്പസിലാണെന്ന്, ആ പ്രോസസ്സിലാണെന്ന്, ദൈവം തക്ക സമയത്ത് വിടുവിക്കുന്നവനാണെന്ന് എന്നൊരു പ്രാവശ്യം കൂടെ ഉറപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാന് മറ്റൊരു വേദഭാഗം സംസാരിക്കണമെന്ന് വിചാരിച്ചാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, ആ വചനം ചിന്തിക്കണമെന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഞാൻ ചർച്ചിൽ സംസാരിച്ച ഒരു വചനമാണ്, ചിന്തിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഞാൻ ഇപ്പം കയറി ദൈവാത്മാവിന്റെ ഒരു പ്രേരണയാൽ ആ വചനം ഞാൻ മാറ്റി മറ്റൊരു വാക്യം എടുക്കുകയാണ്. ഈ വാക്യം തന്നെ 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം, 6, 7 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഈ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പ്രാർത്ഥനയിൽ എനിക്ക് തോന്നി ഇപ്പൊ ആരൊക്കെയോ ആ വാക്ക് പറഞ്ഞിരുന്നു. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാത്ത ഒരു വ്യത്യസ്തമായ സന്ദേശം, അത് ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നതാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതുമ്പം ബാക്കിയെല്ലാം നമ്മൾ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നതാണ്, തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്, കൊലോസ്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്, റോമയിലുള്ള സഭകൾക്ക് എഴുതുന്ന ലേഖനമാണ്, ഗലാത്യയിലുള്ള സഭകൾക്ക് എഴുതുന്ന ലേഖനമാണ്, വെളിപ്പാടിലും 7 സഭകളെ കുറിച്ച് പറയുന്നത്. പക്ഷെ പത്രോസ് എഴുതുമ്പോൾ ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, യാക്കോബിന്റെ ലേഖനം സഭയ്ക്ക് വേണ്ടിയല്ല, ഇത് തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാർക്കും വേണ്ടി എഴുതുന്ന ലേഖനമാണ്. എല്ലാ സഭയ്ക്കും അന്ന് തുടങ്ങി 1-ാം നൂറ്റാണ്ട് തുടങ്ങി ഇന്ന് ആരാധിക്കുന്ന ഈ ഗിൽഗാൽ ചർച്ചിലുള്ള നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എത്ര പേരുണ്ടോ നമുക്ക് എല്ലാവർക്കും വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ദൈവവചനമാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. പറയാൻ ഒരു കാര്യമുണ്ട്. 1-ാമത്തെ വാക്യം തൊട്ട് 1-ാമത്തെ അധ്യായം തൊട്ട് വായിക്കുമ്പോൾ വിശ്വാസത്തിൽ സ്വല്പം ക്ഷീണിക്കപ്പെട്ട ആ വിശ്വാസ സമൂഹത്തിന് വേണ്ടി എഴുതുന്ന വാക്യമാണ്. 5-ാമത്തെ അധ്യായം ആകുമ്പോഴേക്കും അവിടെ മൂപ്പന്മാർക്ക് വേണ്ടി എഴുതി. പിന്നെ ദൈവസഭയുടെ അവിടെ എഴുതുന്ന രണ്ടൂന്ന് വാക്കുകളുണ്ട്. ദൈവസഭയിൽ ഉള്ള ഒരു പ്രതിസന്ധി അലറുന്ന സിംഹം പോലെ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന്
എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നുണ്ട്. അപ്പൊ അതിന്റെ നടുവില് അത് ഒരു വാക്യൊക്കെ അലറുന്ന സിംഹം പോലെ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നു. പക്ഷേ അതിന്റെ നടുവില് നമ്മൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മെ തൊടുവാൻ പിശാചിന് കഴിയുകയില്ല എന്ന് പറയുന്ന, ഉറപ്പിക്കുന്ന, ദൈവജനത്തെ ഉറപ്പിക്കുന്ന ഒരു ലേഖനമാണ്. അപ്പോൾ തന്നെ 5-ാമത്തെ അധ്യായത്തില് ദൈവസഭയെ, ദൈവദാസനെ, സഭയെ സ്പെഷ്യലായിട്ട് ഒന്നുകൂടി ഉറപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നിർത്തുന്നതാണ് ഈ 5-ാമത്തെ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അതിൽ തന്നെ ഈ 6-ാമത്തെ വാക്യമാകുമ്പോഴേക്കും പറയുന്നത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന്. ഇതിന് മറ്റൊരു കാര്യമുണ്ട്. ആ വാക്യം പറയുന്നുണ്ടല്ലോ, മറ്റേത് പറയുന്ന സിംഹം പോലെ, അലറുന്ന സിംഹം പോലെ. ആ വാക്ക് ശ്രദ്ധിച്ചോ, അലറുന്ന സിംഹം പോലെ. അത് രോഗം പോലെ, അല്ലെങ്കിൽ പീഡം പോലെ, ഒരു നിരാശ പോലെ, അലറുന്ന സിംഹം പോലെ നമ്മളെ കീഴടക്കാൻ വരുമ്പോൾ ദൈവത്തിന്റെ മറ്റൊരു പദ്ധതിയുണ്ട്. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ പിശാച് ഈ തോലിട്ടുകൊണ്ട് വരിക. സിംഹത്തിന്റെ തോലിട്ടുകൊണ്ട് ഭയപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ വരുമ്പോൾ ഇന്ന് പകലിൽ ഓർപ്പിക്കട്ടെ ദൈവജനമേ, നിങ്ങളുടെ കൂടെ ഒരുവനുണ്ട്. അവൻ സിംഹം പോലെ എന്നല്ല എഴുതിയിരിക്കുന്നത്, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ വിജയിച്ചവനാണ്. അവൻ കാൽവരി ക്രൂശിൽ പിശാചിന്റെ തലയെ ചവിട്ടി മെതിച്ച് ജയോത്സവം കൊണ്ടാടിയവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പിശാചിനെ ഭയപ്പെടേണ്ട. ഞാൻ ഈ വാക്യത്തിലോട് നീതി പുലർത്തണം. വാക്യത്തിലേക്ക് മാത്രം ഞാൻ കടന്നു വരാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഇത് എഴുതുന്നത് പത്രോസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പത്രോസ് ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വന്ന, ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ വാക്യം എഴുതുന്നത്. വന്ന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി, ജീവിതത്തിലെ അത് ഒന്നുകൂടി പറഞ്ഞാല്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായ വെളിപ്പാട് കിട്ടി. അതിന്റെ അനുഭവത്തിൽ കൂടി പോയിട്ട് പറയുക, അതുകൊണ്ട് അവൻ തക്ക സമയത്ത്. ഈ അനുഭവത്തെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇതിനെക്കുറിച്ച്, ഈ വാക്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പത്രോസിന്റെ അനുഭവത്തെ കുറിച്ച് ഞാൻ പറയാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അപ്പോ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തണം. തക്ക സമയം, അവിടെ ആ റൈറ്റ് ടൈം എന്ന ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാക്ക് റൈറ്റ് ടൈം എന്ന, ആ തക്ക സമയം എന്ന് പറയുന്ന ഈ വാക്യത തക്ക സമയം എന്ന് എഴുതിയിരിക്കുന്നേ. അപ്പോ ഈ വാക്യം ഇങ്ങനെ വായിച്ചാല് 2 പദങ്ങള് ഈ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇവിടെ ഗ്രീക്കിലാണ് എഴുതപ്പെട്ട ഇതില് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെയ്റോസ് എന്ന് പറയുന്ന പദമാണ്, കെയ്റോസ്. മറ്റേത് ഇവിടെ സാധാരണ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നൊക്കെ പറയുന്നത്, അത് ക്രോണോസ് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രോണോസ് ആണ് കൂടുതൽ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ തക്ക സമയം, ശരിക്കും പറഞ്ഞാല് ഈ തക്ക സമയം എന്ന് പറയുമ്പോൾ ഇതിന് തത്തുല്യമായി ഒരു മലയാളം വാക്ക് ട്രാൻസ്ലേറ്റ്, മലയാളമോ ഇംഗ്ലീഷോ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കിട്ടാഞ്ഞത് കൊണ്ടാണ് ഈ തക്ക സമയം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കെയ്റോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെയ്റോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. കെയ്റോസ് ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്രോണോസും കെയ്റോസുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു വാക്യം, ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. വായിക്കണ്ടേ? ഞാൻ പറഞ്ഞോളാം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, വൈകിയാലും അത് വരും, അതിനായിട്ട് കാത്തിരിക്കാം. ആ വചനം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കീനായിട്ട് ശ്രദ്ധിക്കണം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് ശ്രദ്ധിച്ചോണേ വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അടുത്ത വാക്ക് തമ്പുരാനാണ് പറയുന്നത്. ഹബക്കൂക്കിനോട് പറയുക, ഇത് തെളിച്ചു വായിക്കാൻ വേണ്ടി എഴുതിക്കോളാൻ പറയുക. അത് എഴുതുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് കണ്ടോ, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അതിന്റെ അടുത്ത വാക്യം സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്ന അടുത്ത വാക്ക് പറയുക, സമയം തെറ്റുകയില്ല. അതിനകത്ത് അണ്ടർലൈൻ ചെയ്യണം, സമയം തെറ്റുകയില്ല. തൊട്ടടുത്ത വാക്ക് പറയുന്നു, അത് വൈകിയാലും അത് വരും, അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ഞാൻ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവിടെ തരിക. ഇതുവരെ വായിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പൊ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണം. ഇത് തമ്പുരാൻ പറയുന്ന വാക്കാ. ഒരു വാക്ക്, ഒരു സമയത നോക്കിക്കേ. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല. ആരാ പറയുന്നത്? തമ്പുരാനാണ് പറയുന്നത്, കർത്താവാണ് പറയുന്നത് സമയം തെറ്റുകയില്ലെന്ന്. തൊട്ടടുത്ത് പറയുന്നു, വൈകിയാലും വരും, കാത്തിരിക്കാന്ന്. അപ്പൊ സമയം തെറ്റുകയില്ലെന്ന് പറഞ്ഞാൽ വൈകും എന്നതിനർത്ഥമുണ്ടോ? ഞാൻ ആ വാക്ക് നിങ്ങൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണം. സമയം തെറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അത് വൈകും എന്ന് പറയാൻ പറ്റുമോ?
ഇപ്പൊ ഞാൻ ഇവിടുന്ന് കറക്റ്റ് പ്ലേസ് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ലണ്ടൻ എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇന്നലെ ഒരു ബ്രദർ തിരിച്ചു വന്ന കാര്യം പറഞ്ഞില്ലേ, അവർ വരുമ്പോൾ ഒരു ടൈം തരും. ആ ടൈം എന്ന് പറയുന്നത് 12:35 എന്നായിരിക്കും ഒരു ടൈം, 12:35. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡിലേ ആണെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. നമ്മുടെ ഫോണിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ വിളിച്ചു ചോദിക്കുകയാണ്, ലണ്ടൻ എയർപോർട്ടിൽ വിളിച്ചു ചോദിക്കുക ഫ്ലൈറ്റ് ഏത് ടൈമാ, അപ്പൊ അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടി റൈറ്റ് ടൈമാണ്. ഇതാണ് സമയം തെറ്റുകയില്ലെന്ന് പറയുന്നത്. റൈറ്റ് ടൈമാണ്, സമയം തെറ്റുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ടൈമിന് തന്നെ പാക്കിംഗ് ഒക്കെ എടുത്ത് 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ 4 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. കറക്റ്റ് ടൈമിൽ എയർപോർട്ട് ചെയ്യും. ഇതിന്റെ പേരാണ് സമയം തെറ്റുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ചിന്തിക്കുക, ഇന്നലെ വന്ന ആ ബ്രദറിന്റെ പേര് നവീനോ ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ആ ബ്രദർ നമ്മൾ ചെല്ലുന്നു, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആ എയർപോർട്ടിന്റെ അധികാരികൾ പറയാണ്, ഫ്ലൈറ്റിന്റെ അധികാരികൾ പറയാണ്, അയ്യോ സാറേ സോറി കേട്ടോ, ഈ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ചോദിക്കുന്നേ, ഞാൻ ചോദിച്ചിരുന്നല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചല്ലോ ഈ ഫ്ലൈറ്റ് ഡിലേ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സമയം തെറ്റുകയില്ലെന്ന്. അപ്പൊ ഫ്ലൈറ്റിലെ അവർക്ക് എയർപോർട്ട് അതോറിറ്റി കുറെ കാര്യങ്ങൾ പറയും. അയ്യോ അങ്ങനെയല്ല സാർ, കാലാവസ്ഥ ഇപ്പോഴാണ്, ഇപ്പൊ ഇതിന്റെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, അതുകൊണ്ടാണ് ഒരു മണിക്കൂർ ഡിലേ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. 1-2 മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അടുത്ത എന്റെ ചോദ്യം, ദൈവം തമ്പുരാൻ സമയം തെറ്റുകയില്ലെന്ന് പറഞ്ഞാൽ തെറ്റുവോ? ദൈവം തമ്പുരാൻ സമയം തെറ്റുകയില്ല. ആ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ വാക്കിന് ദൈവവചനം വായിച്ചങ്ങ് വിടരുത്. ഇത് നമ്മുടെ അകത്തോട്ട് കയറണം. നമ്മുടെ അകത്തോട്ട് ചിന്തിക്കണം. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല. പറയുന്നത് ആരാ? അഖിലാണ്ടത്തിന്റെ ഉടയവൻ, നമ്മളെ പിണ്ടാകാരമായിരുന്നപ്പോൾ അറിയുന്നവൻ, അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിയുന്നവൻ, ആഴിയിലെ പുഴി അതെടുത്ത് നാഴിയിൽ അളക്കുന്ന ദൈവം, ചണ്ടകടാഹങ്ങളുടെ സൃഷ്ടിതാവായവൻ, ചരാചരത്തിന്റെ സൃഷ്ടിതാവായവൻ, അവൻ പറയുക, അവൻ പറഞ്ഞാൽ വാക്കുമാറുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനത്തിന് മാറ്റം വരികയില്ല. ആ വചനം പറയുന്നു സമയം തെറ്റുകയില്ല. ആ വചനം പറയുന്നു സമയം തെറ്റുകയില്ല. എന്നിട്ടോ അടുത്ത വാക്ക് പറയുന്നു, വൈകിയാലും അത് വരും, അതിനായി കാത്തിരിക്കാം. അത് വരും നിശ്ചയം, അതിനായിട്ട് കാത്തിരിക്കാം. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെയാ ജോയിൻ ചെയ്യുന്നത്? രണ്ടും കൂടെ എങ്ങനെയാ ചേരുന്നേ? മറ്റേത് ശരിയാ, നമ്മുടെ എയർപോർട്ടിലോ അല്ലെ റെയിൽവേ സ്റ്റേഷനിലോ പറയുകയാണ് സമയം തെറ്റി, അല്ലെങ്കിൽ നമ്മൾ തെറ്റുകയില്ലെന്ന് പറഞ്ഞു, നമ്മൾ ചെന്നപ്പോ സമയം തെറ്റി, കാലാവസ്ഥയാന്നൊക്കെ പറയാം. ദൈവം തമ്പുരാൻ അങ്ങനെ അല്ലല്ലോ. ദൈവം തമ്പുരാൻ പ്രീ ഡെസ്റ്റിനേഷനിൽ അറിയാം, പ്രീ വില്ലിൽ ഇത് അറിയാം, ഇത് തെറ്റുമോ ഇല്ലയോ എന്നറിയാം, കാലാവസ്ഥ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാം, നശിപ്പിക്കണോ വേണ്ടിയോ എന്നറിയാം, ഭാവിയിൽ എന്താ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉലക സ്ഥാപനത്തിന് മുൻപേ പ്രിയനായവൻ നമ്മളെ ദത്തെടുത്തിരിക്കുക. ആ ദൈവം തമ്പുരാൻ അറിയാം. അറിയാവുന്നവൻ എങ്ങനെയാ ഈ സമയം തെറ്റുവോ ഇല്ലയോ എന്നറിയാവുന്നവൻ പറയുക, വൈകിയാലും വരും, അവിടെ കാത്തിരിക്കാം. ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ 2 വാക്കുകളുടെ പ്രസക്തിയുള്ളത്. ആ എഴുതിയ ട്രാൻസ്ലേഷന്റെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വചനത്തിന്റെ ഒരു പ്രസക്തിയുള്ളത് ഇവിടെയാണ്. ഇതറിയണം പ്രിയരെ. ഇത് അറിയുമ്പോഴേ നമ്മുടെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ആരോ ഈ വചനം തന്നെ ഉരുവിട്ടിട്ട് ഇങ്ങനെ പറയാനായിട്ട് ഇടയായി, ദൈവമേ തക്ക സമയത്ത് വിടുവിക്കണമേ. ആ പദം അങ്ങനെ ഉപയോഗിച്ചു, തക്ക സമയത്ത് അവരെ വിടുവിക്കണമേ. ദൈവത്തിന്റെ സമയത്ത് ഒരു വാക്ക് ചേർക്കാൻ ഇടയായി. അപ്പോ അവിടെ എഴുതിയിരിക്കുന്ന 2 വാക്ക്, ഈ വാക്ക് നോക്കിയ സമയം തെറ്റുകയില്ല. ഈ സമയം തെറ്റുകയില്ല എന്ന പദത്തിന് ഞാൻ മുമ്പേ പറഞ്ഞ കെയ്റോസ് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സമയമാണ്, ആ സമയം തെറ്റുകയില്ല. എന്നാൽ തൊട്ടടുത്ത് എഴുതിയിരിക്കുന്ന വൈകിയാലും വരും, കാത്തിരിക്കുക എന്ന് എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന പദം ക്രോണോസ് ആണ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ദ ക്രോണോളജിക്കൽ ടൈം ആണ്, കാലഘട്ടത്തെ കുറിക്കുന്ന ടൈമാണ്. അതൊരു ക്വാളിറ്റേറ്റീവ് ടൈമാണ്, അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടൈമാണ്. എന്നാൽ കെയ്റോസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ടൈമാണ്, ക്വാളിറ്റി ടൈമാണ് കെയ്റോസ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൊതുവെ ഒരു സമയത്തെ സൂചിപ്പിക്കാനാണ് ക്രോണോസ് ഉപയോഗിക്കുന്ന. പക്ഷേ തക്ക സമയം, ദൈവത്തിന്റെ സമയം ഉപയോഗിക്കുന്ന ആ ടൈമിന്റെ പേര് അപ്പോയിന്റഡ് ടൈം എന്ന് പറഞ്ഞ അപ്പോയിന്റഡ് ടൈം. അവിടെ ഇംഗ്ലീഷിൽ അതറിയാം, ദ വിഷൻ ഹാസ് ആൻ അപ്പോയിന്റഡ് ടൈം. വിഷന് ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വേർഡും അത് തന്നെയാണ്. ഇവിടെ പറയുന്ന കെയ്റോസ് എന്ന് പറഞ്ഞാൽ ദൈവം നിനക്കായിട്ട് ഒരു അപ്പോയിന്റഡ് ടൈം വെച്ചിട്ടുണ്ട്. അത് ലോകത്തിന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് ഒരു അപ്പോയിന്റഡ് ടൈം വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി വിശദീകരിക്കാം. ഈ കെയ്റോസ് എന്ന് പറഞ്ഞ സമയം തെറ്റുകയില്ലെന്ന് പറഞ്ഞ നിശ്ചയം, തമ്പുരാൻ പറഞ്ഞ തെറ്റുകയില്ല, ദൈവത്തിന്റെ സമയം തെറ്റുകയില്ല. വൈകിയാലും എന്ന് പറഞ്ഞതോ, വൈകിയാലും എന്ന് പറഞ്ഞത് അതിലേക്കൊന്ന് ഒരു തിരുവചനത്തിൽ നിന്ന് ഒരു ഉദാഹരണം കാണിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഉദാഹരണത്തിലൂടെ ഞാൻ ആ ഭാഗത്തേക്ക് വരാം. നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തില് മോർച്ചയ്ക്കായി
മോർദെഖായിയുടെ ഒരു സംഭവം അത് നമുക്ക് അറിയാം. ആ സംഭവത്തില് രണ്ടാമത്തെ അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കാണാം. അവിടെ മോർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ ഗേറ്റ് കീപ്പർ ആയിരുന്നു, വാതിൽ കാവൽക്കാരൻ. അങ്ങനെ വാതിൽ കാത്തോണ്ട് നിന്ന ഈ മനുഷ്യൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം കേൾക്കുകയാണ്. ഒരു ഗൂഢാലോചന നടക്കുന്നു. ഗൂഢാലോചന ഇതാണ്: അവിടുത്തെ അഹശ്വേരോസ് എന്ന് പറയുന്ന അഹശ്വേരോസ് എന്ന രാജാവ് 120 ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിക്കുന്ന 127 സംസ്ഥാനങ്ങളുടെ ചക്രവർത്തിയായിട്ട് വാണരുളുന്ന രാജാവാണ് അഹശ്വേരോസ്. അഹശ്വേരോസ് എന്ന് പറയുന്ന രാജാവിനെ കൊല്ലുവാൻ വേണ്ടി ബിൽദാദ് തേരസ് എന്ന് പറയുന്ന 2 ഷണ്ഡന്മാർ, രാജാവിന്റെ 2 പടയാളികൾ, അവർ രണ്ടും കൂടി ആലോചിച്ചിട്ട് 2 പേര് കൂടി കൊല്ലാൻ തീരുമാനിച്ചു. ഒരു ഗൂഢാലോചന നടത്തി. അങ്ങനെ ഗൂഢാലോചന നടത്തി ഇത് അവിടുത്തെ ഗേറ്റ് കീപ്പർ ആയിരുന്ന വാച്ച്മാൻ ആയിരുന്ന മോർദെഖായി അറിയുകയും മോർദെഖായി അറിഞ്ഞിട്ട് എസ്തേറിനെ വിവരം അറിയിച്ച് രാജാവിനെ വിവരം അറിയിച്ചു. അതൊരു സബ്ജക്റ്റ് അല്ല, പക്ഷെ ഒരു കാര്യം ഈ സമയത്തെ കുറിച്ച് കാണിക്കാനാണ് ഞാൻ വരുന്നത്. അപ്പോ ഈ രാജാവിനെ വിവരം അറിയിച്ചു. അന്വേഷിച്ചാറെ അത് സത്യമെന്ന് കണ്ടെത്തി അവരെ 2 പേരെയും തൂക്കിലേറ്റി കൊന്നു കളഞ്ഞു. അവരെ തൂക്കിലേറ്റി കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. തൂക്കിലേറ്റി കൊന്നു കളഞ്ഞു 2 പേരെയും. ഇതാണ് സംഭവം. ഈ സംഭവം അവിടെ തീർന്നു. ആ സംഭവം തീർന്നു. ഇനി ഞാൻ നമ്മൾ ആ സാഹചര്യത്തിൽ ഒന്ന് വന്നേ. ആ സാഹചര്യത്തിനകത്തേക്ക് നമ്മൾ ആ മോർദെഖായിയുടെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ചേ. ഞാനാണ് മോർദെഖായി എന്ന് ചിന്തിക്കണം. അപ്പൊ മോർദെഖായി എന്ന് പറഞ്ഞ ഗേറ്റ് കീപ്പർ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു സംഭവം അറിഞ്ഞു. അത് എസ്തേറിനോട് പറഞ്ഞു. എസ്തേർ മോർദെഖായിയുടെ നാമത്തിൽ തന്നെ രാജാവിനോട് പറഞ്ഞു. അപ്പൊ വേറെ ഒന്നും നടന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു, തീർന്നു. അപ്പോ ഞാൻ ആ ഭാഗത്തൂടെ, ആ ലൈനിൽ കൂടെ, ഞാൻ ആ വായിച്ച ഭാഗത്തൂടെ ഞാനൊന്ന് നടന്നു നോക്കി, ആ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പൊ അവിടെ നടന്നപ്പം ഞാനാണ് ആ മോർദെഖായിയുടെ സ്ഥാനത്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചാനേ, ഇന്ന് ഞാൻ ചിന്തിക്കും, രാജാവ് ഇപ്പൊ വരും, എന്റെ അടുത്തേക്ക് വരും. രാജാവ് വന്നിട്ട് പറയും, മോനെ നീ ചെയ്ത് പ്രവർത്തി കൊള്ളാം. അത് ഈ വലിയ ചക്രവർത്തിയുടെ ജീവൻ രക്ഷിച്ചതാ. ചക്രവർത്തിയുടെ ജീവൻ രക്ഷിക്കുമ്പോൾ ഇതിനൊരു അപ്രിസിയേഷൻ കൊടുക്കണ്ടേ? ഇല്ല. തോളത്ത് തട്ടി ഒരു സാലറി ഇൻക്രിമെന്റ്, അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ, ഒരു പ്രൊമോഷൻ. ഇപ്പൊ ഇരിക്കുന്ന വാച്ചർ, ഇനി വാച്ചർ വേണ്ട, ഇവരെ കമാൻഡർ ആക്കിയേക്കാം. ഇങ്ങനെ ഒന്ന് പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു സാലറി ഇൻക്രിമെന്റ് കിട്ടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തില് ഒരു അപ്രിസിയേഷൻ കിട്ടണ്ടേ? വേണ്ട, പോട്ടെ, തോളത്ത് തട്ടി കൊള്ളാമെന്നെങ്കിലും ഒന്ന് പറയണ്ടേ? ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യവും മോർദെഖായിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ ആ ചരിത്രം ഒന്ന് പറയട്ടെ. മോർദെഖായിയുടെ സ്ഥാനത്ത് മാനുഷികമായിട്ട് നമ്മളാണെങ്കിൽ ചിന്തിക്കും, ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ തിരിച്ചൊരു നന്ദി കാണും. ഇപ്പൊ ആരാണെങ്കിലും മാനുഷികമായിട്ട് ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ കൊള്ളാം, വെൽ ഡൺ, താങ്ക്സ് എങ്കിലും പറയും. ഇതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു താങ്ക്സ് കിട്ടിയില്ല, ഒരു നന്ദി പ്രകാശനം ഉണ്ടായില്ല, ഒരു പ്രൊമോഷൻ കിട്ടിയില്ല, ഒരു സാലറി ഇൻക്രിമെന്റ് കിട്ടിയില്ല. അത് കൃത്യമായിട്ട് എഴുതാം. അതിന് പ്രതിഫലം കൊടുത്തോ ഇല്ലാന്നോടെ എഴുതിയിട്ടുണ്ടല്ലോ 6-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. മോർദെഖായി മാനുഷികമായിട്ട് ചിന്തിക്കുക, നാളെ ഈ മനുഷ്യൻ, ആ രാജാവ് വരും, എനിക്കൊരു പ്രൊമോഷൻ കത്തുമായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഇൻക്രിമെന്റ് കിട്ടും, ഒരു സാലറി ഇൻക്രിമെന്റ് കിട്ടും, എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ കിട്ടും, നീ വലിയ കാര്യമാണ് ചെയ്തതെന്ന് പറയും. അപ്പോ അവിടെ ഒരു സംഭവം ഉണ്ടായില്ല, ഒരു കാര്യം ഉണ്ടായില്ല. സത്യം ശരിക്കും പറഞ്ഞാൽ രാജാവ് മോർദെഖായിയെ മറന്നുപോയി. എസ്തേർ മോർദെഖായിയെ മറന്നുപോയി. അവിടുത്തെ ഭണ്ഡാരകന്മാരും ആ അവരെ 2 പേരെ തൂക്കിലേറ്റി കഴിഞ്ഞിട്ട് മോർദെഖായി എന്നയാളെ ലോകം മുഴുവൻ മറന്നുപോയി, മനുഷ്യര് മുഴുവൻ മറന്നുപോയി. മോർദെഖായി ചെയ്തത് വലിയ കാര്യമാണെങ്കിലും അത് ലോകം മുഴുവൻ മറന്നുപോയി. പക്ഷേ ഞാൻ ഇന്ന് ഒരു കാര്യം പറയട്ടെ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഒരു പ്രവൃത്തി കർത്താവിന് വേണ്ടി ചെയ്താൽ, നിന്നെ നിന്ദിച്ച് മാറ്റി നിർത്തി, നിന്നെ വിടക്കം തന്നെ മാറ്റി നിർത്തി, ലോകം നിന്നെ മാറ്റി നിർത്തി, ലോകം മുഴുവൻ നിന്നെ മറന്നാൽ, രാജാവ് നിന്നെ മറന്നാൽ, ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും നിന്നെ മറന്നാൽ, മറക്കാത്തൊരിടമുണ്ടെന്ന് തക്ക സമയത്ത് നിന്നെ ഓർക്കുന്ന ഒരിടമുണ്ടെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് പകലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകം മുഴുവൻ മറന്നാലും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അതിന്റെ ചരിത്രത്തിൽ കൂടി ഇങ്ങനെ കടന്നുപോയി. ഇത് കഴിഞ്ഞിട്ട് 10 വർഷം, ഏറ്റവും കുറഞ്ഞത് 10 വർഷം കഴിഞ്ഞിട്ടാ. 10 വർഷം കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണേ, ഈ സംഭവം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് 6-ാം അധ്യായം 1-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. അന്നു രാത്രി, നിങ്ങൾ വായിക്കണ്ടേ കേട്ടോ, ഞാനൊക്കെ പറഞ്ഞോളാം, പിന്നീട് നിങ്ങൾ സാവകാശം പോലെ വായിച്ചാൽ മതി. അന്നു രാത്രി രാജാവിന്
ഉറക്കം വന്നില്ല. ഇതെന്താണെന്നറിയാമോ? ഈ സംഭവത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ട്, ഇവിടെ 10 വർഷത്തിന് ശേഷം രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ നടന്നു, ഒത്തിരി മാറ്റങ്ങൾ നടന്നു. ഹാമാൻ എന്ന പുതിയൊരാള് രാജാവിന്റെ രണ്ടാമനായി അവിടെ അവരോധിക്കപ്പെട്ടു. ഹാമാനെ വണങ്ങാമെന്നില്ല ഒരു ഒറ്റ കാരണം കൊണ്ട് മോർദെഖായിക്ക് ആ വലിയ ഭീഷണി നേരിടേണ്ടി വന്നു. അവിടെ കൊണ്ട് തീർന്നില്ല, മോർദെഖായിക്ക് ഭീഷണി നേരിടേണ്ടി വന്നു എന്ന് മാത്രമല്ല, മറ്റൊരു പ്രശ്നം കൂടി അവിടെ നടന്നു. അതെന്താണെന്നറിയാമോ? മോർദെഖായി വണങ്ങുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഹാമാൻ പറഞ്ഞു, മോർദെഖായിയെ മാത്രം കൊന്നാ പോരാ, ഇവന്റെ ജാതിയെയും കൂടെ കൊല്ലണം. ഇത് ദൈവജനം പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. മോർദെഖായിയോട് പറഞ്ഞു, നീ മാത്രമല്ല ജനം മുഴുവൻ. നമ്മുടെ ഒരു ഭാഷ ചിന്തിച്ചു നോക്കിയേ, അവിടെ എല്ലായിടത്തും ഒരു കത്തിയില്ല, 127 സംസ്ഥാനത്തിലും കത്തിയില്ല. കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: മോർദെഖായി എന്നൊരുവൻ ഇവിടെ കൊട്ടാരത്തിൽ ഇവിടെ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്, അവൻ യഹൂദനായതുകൊണ്ട് അവന്റെ പേരിൽ നിങ്ങളെയും കൂടെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വീടുകൾ കൊള്ളയിടും, അത് ബാക്കി വീടുകളെല്ലാം കുപ്പത്തുനിന്നാക്കി കളയും. ഇങ്ങനെ ഒരു കൽപ്പനയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. കണ്ടു നിന്നവർ പറഞ്ഞു, നിന്റെ അനുസരണം പ്രാർത്ഥിക്കുന്നയാളെ നോക്കിയിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലല്ലോ. നീ പ്രാർത്ഥിക്കുന്നയാളല്ലേ, ഇപ്പോഴും ഹോസ്പിറ്റലിലല്ലേ, ഒരു മറുപടി ഇല്ലല്ലോ, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടിയില്ലല്ലോ, എന്തായി എന്ന് ചോദിക്കുമ്പോ, ഇന്ന് പകലിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവവൈദ്യരെ ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഒരു അപ്പോയിന്റഡ് ടൈം. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് ഒരു സംഭവം നടക്കുക. ആ സംഭവത്തെ 6-ാം അധ്യായത്തിലെ സംഭവം നടക്കുമ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ പറയാം. സംഭവം നടക്കുമ്പോൾ ഇന്നലെ ഒരു ദേവാസ സാക്ഷ്യം പറഞ്ഞില്ലേ, പിന്നെയും പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ തീരുന്ന വരെ ഒന്ന് പ്രാർത്ഥിച്ചു, പിന്നെ ഒരു രാത്രിയോടെ പ്രാർത്ഥിച്ചു, പിന്നെ ഒരു രാത്രിയോടെ. ഇത് സെയിം മോർദെഖായിയുടെ ഒരു അനുഭവമാണ്. മോർദെഖായി അന്ന് തുടങ്ങിയ പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന ഈ കത്ത് എഴുതി പോയപ്പോ തൊട്ട് ഹാമാൻ കത്ത് എഴുതിയപ്പോ തുടങ്ങിയ പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന അന്ന് തുടങ്ങിയ പ്രാർത്ഥന 3 ദിവസം പ്രാർത്ഥിച്ചു, 4-ാം ദിവസം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന അങ്ങ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. 8 ഉടുത്ത് വെണ്ണീറിൽ കിടന്ന് രാജകൊട്ടാരത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് മോർദെഖായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മോർദെഖായിയോടൊപ്പം ദൈവജനം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്നാമത്തെ സിറ്റുവേഷൻ, ദൈവജനം പ്രാർത്ഥിച്ചു. മോർദെഖായി അടക്കം ഈ പരീക്ഷ നേരിട്ടവർ, വേദന നേരിട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകലിൽ ഈ പ്രാർത്ഥനയിലാണ് ദൈവജനം ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തോളം. ഈ പ്രാർത്ഥനയിലാണ് ബാക്കി എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ചിട്ട് ഈ പ്രതിസന്ധിയുടെ നടുവില്, വേദനയുടെ നടുവില് പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകള്. രണ്ടാമത്തെ വിഭാഗം എവിടെയാണെന്നറിയാമോ? രണ്ടാമത്തെ വിഭാഗം ആഘോഷിക്കുന്ന ഒരാളുകളുണ്ട്. ആഘോഷിക്കുന്നവര് ഹാമാന്റെ നേതൃത്വത്തിൽ, ഹാമാൻ ചെന്ന് ഒരു ചെറിയ കടലാസ്, ഒരു ചെറിയ പേപ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഓർഡർ എഴുതി, അതിന്റെ അടിയിൽ ആകെ വേണ്ടിയത് മുദ്രാമോതിരത്തിന്റെ സൈൻ മതി, ബാക്കി എല്ലാം ഫിനിഷായി. ഓർഡർ എഴുതി തയ്യാറാക്കി ഓർഡറിലെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ: 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം എന്റെ മുറ്റത്ത് നിർത്തിയിരിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് ആ കഴുകുമരത്തെ ഈ നിൽക്കുന്ന എന്നെ വണങ്ങാത്ത, എന്നെ നമസ്കരിക്കാത്ത മോർദെഖായിയെ തൂക്കിക്കൊല്ലേണം എന്ന് ഓർഡർ ആയിരിക്കുന്നു, അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഉത്തരവ് എന്ന് പറഞ്ഞ് അതിന്റെ അടിയിൽ ഒരു സൈൻ, രാജാവിന്റെ മുദ്രാമോതിരത്തിന്റെ സൈൻ ഉണ്ട്. പണ്ടത്തെ കാലത്തെ സൈൻ അതാ, മുദ്രാമോതിരത്തിലാണ് ഈ അവസാനത്തെ ഓർഡറിന്റെ സൈൻ കൊടുക്കുന്നത്. അതിന്റെ അടപ്പ് മാറ്റിയിട്ട് ഒരു കുത്ത്, മുദ്രാമോതിരം ഒറ്റ സൈൻ. ഇതിനു വേണ്ടി പേപ്പറും ചുരുട്ടി, പേപ്പർ ഇങ്ങനെ കൈപ്പിടിച്ചോണ്ട് ഓർഡർ കൈപ്പിടിച്ച് വാതിൽക്കൽ ഹാമാൻ നിൽക്കുന്നു. 2 നോക്കണേ, പ്രാർത്ഥിക്കുന്ന ദൈവജനം നാളെ രാവിലെ നടക്കാൻ പോകുന്ന മഹാസംഭവം നടക്കാൻ പോവുക. കഴുകുമരം തൂക്കിയിട്ടിട്ട് അവിടെ മുഴുവൻ പറഞ്ഞ് നാളെ രാവിലെ തൂക്കിക്കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹാമാൻ കൂട്ടുകാരോടെല്ലാം പറഞ്ഞ് ആഘോഷം നടത്തി കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുക. പ്രാർത്ഥിക്കുന്നയാളോ. അപ്പൊ അവരുടെ പ്രാർത്ഥന അതെല്ലാം തീർന്നു അങ്ങനെ പറഞ്ഞിരിക്കുക. പിറ്റേ ദിവസം അടുത്തൊരു സംഭവം എന്താണെന്നറിയാമോ? ഈ ഹാമാൻ ആഘോഷം നടത്തുക. ഇനി അതിനകത്ത് ഇത് തമ്പുരാന്റെ പദ്ധതി. അന്നു രാത്രി 6-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്. അന്നു രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. നിങ്ങളത് മറക്കല്ലേ കേട്ടോ. ഇത് ഈ 2 ടൈമും അന്ന് രാത്രി എന്നുള്ള ഭയങ്കര പ്രസക്തമാണ് അതിന്. കാരണം എന്താണെന്നറിയാമോ? നേരത്തെ ഒരു ടൈം ഉണ്ടല്ലോ,
നേരത്തെ മോർദെഖായി വിചാരിച്ചൊരു ടൈം ഉണ്ട്. ആ മോർദെഖായി വിചാരിച്ച ടൈം ഏതാണെന്നറിയാമോ? മോർദെഖായി പറഞ്ഞ ടൈം, കർത്താവേ ഇപ്പൊ വരും, രാജാവ് വരും, എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, എനിക്കൊരു പ്രൊമോഷൻ കിട്ടും, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നടത്തും. ഇതൊക്കെ ഓർത്ത ടൈമുണ്ട്. മുമ്പേ 2 സമയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, വൈകിയാലും വരും കാത്തിരിക്കുക. ക്രോണോസ് എഴുതിയിരിക്കുന്നത്, ഇത് ക്രോണോസാ. മോർദെഖായി വിചാരിച്ച സമയം, മോർദെഖായിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് വിചാരിച്ച സമയം. നമ്മൾ പറഞ്ഞ സാലറി ഇൻക്രിമെന്റ് കിട്ടേണ്ടതായിരുന്നു, നമുക്ക് അവകാശപ്പെട്ടതായിരുന്നു, നമുക്ക് അവകാശപ്പെട്ടത് തട്ടിക്കളഞ്ഞു, നമുക്ക് അവകാശപ്പെട്ട് കിട്ടിയില്ല എന്നൊക്കെ മനസ്സിനകത്തൊരു ഭാരമുണ്ടല്ലോ. നമുക്ക് അവകാശപ്പെട്ടതായിട്ടും നമ്മൾ നിന്നയാണല്ലോ കേൾക്കുന്നത്. എന്റെ പ്രാർത്ഥന അനുസരിച്ച് എനിക്ക് മറുപടി കിട്ടേണ്ടതായിരുന്നു, എന്നിട്ടും കിട്ടിയില്ല. കർത്താവെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ചോദിച്ചൊരു സമയമില്ലേ? ഇതിന്റെ പേരാ വൈകിയാലും വരും, അതിനായിട്ട് കാത്തിരിക്കുക. ആ ടൈം മോർദെഖായിയുടെ ടൈമാ, അത് മനുഷ്യന്റെ ടൈമാ. അത് വൈകിയാലും വരും, അതിനായി കാത്തിരിക്കുക. ഏകദേശം 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോ 6-ാം അധ്യായം 1-ാം വാക്യം, അവിടെ ഒരു അപ്പോയിന്റഡ് ടൈം വരിക, അവിടെ ഒരു അപ്പോയിന്റഡ് ടൈം വരിക. അവിടെ എഴുതിയിരിക്കുന്നു, അന്നു രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ലോകം മുഴുവൻ 10 വർഷം മുമ്പ് നടന്ന കാര്യം ലോകം മുഴുവൻ മറന്നുപോയി. അവിടുത്തെ രാജാവ് മറന്നു, അവിടുത്തെ ചക്രവർത്തിമാര് മറന്നു, ശാസ്ത്രിമാര് മറന്നു, ഷണ്ണന്മാര് മറന്നു, ഈവൻ പ്രാർത്ഥിച്ച മോർദെഖായി പോലും മറന്നു. അന്ന് നടന്ന സംഭവം മോർദെഖായി പോലും മറന്നുപോയി. പക്ഷേ മറക്കാത്ത ഒരു സ്വർഗമുണ്ട്, മറക്കാത്ത ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം ഓർത്തിരുന്നു. വർഷങ്ങൾ 10 കഴിഞ്ഞെങ്കിലും സ്വർഗം ഓർത്തിരുന്നു. അന്ന് രാത്രി ഓർത്തേ പറ്റുകയുള്ളൂ. ഇതേ മോർദെഖായി 8-ലും 8-ലും കിടക്കുകയാ. ദൈവജനം മുഴുവൻ പ്രാർത്ഥനയോടെ ഇരിക്കുകയാ. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് വെള്ളം കുടിക്കാതെയുള്ള പ്രാർത്ഥന നടക്കുകയാ. ഒരു വിഷയത്തിന്റെ മുൻപില്, ഒരു പ്രതിസന്ധിയുടെ മുൻപില് ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ദൈവദാസരെ, കരയുന്ന ദൈവദാസിമാരെ, കരയുന്ന കുടുംബമേ, നിന്നെ ഓർക്കുന്ന ഒരു സ്വർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ടൈമില് അന്ന് രാത്രി ഈ പേപ്പറുമായിട്ട് ഹാമാൻ വന്നിരിക്കുക. അകത്ത് രാജാവിന് ഉറക്കം വന്നില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം രാജാവിന് ഉറക്കം കൊടുത്തില്ല. രാജാവ് പറഞ്ഞു, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം കൊണ്ടുപോവാ, വായിക്കാം. ഷണ്ണന്മാർ ഓടിപ്പോയി. വായിക്കുന്ന ശാസ്ത്രിമാരുണ്ട്, ശാസ്ത്രിമാര് മറിച്ച് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എടുത്തു കൊടുത്തു. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എടുത്തു. ഒരു അത്ഭുതകരമായ കാര്യം പറയട്ടെ, ദൈവമക്കളുടെ അതാ ഈ തക്ക സമയം എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ അങ്ങ് പറയില്ല കേട്ടോ. ഒരു അത്ഭുതകരമായ കാര്യം പറയാം. ഇവർ ഈ പുസ്തകം മറിച്ചു നോക്കിയ, പുസ്തകം മറിച്ചു നോക്കുമ്പോൾ 10 വർഷം മുമ്പ് ഒരു ഒരു ഫെബ്രുവരി മാസം 1-ാം തീയതിയാണെന്ന് ഇരിക്കട്ടെ, കൃത്യം ആ പേപ്പർ, ആ ഭാഗം വെറുതെ പേപ്പർ വെച്ച് അടയാളപ്പെടുത്തിയിട്ടൊന്നുമല്ല. 10 വർഷം മുമ്പ് ഫെബ്രുവരി മാസം 1-ാം തീയതി നടന്ന ആ സംഭവം തുറന്നു നോക്കിയപ്പം ശാസ്ത്രിമാര് കിട്ടുക. രാജാവ് ഉത്തരം പറഞ്ഞോളൂ, ദിനവൃത്താന്ത പുസ്തകം തുറക്ക, വായിക്കേ. തുറന്ന് വായിച്ച ഭാഗം ഏതാ? അന്നൊരു ദിവസം ബിൽദാദ് തേരസ് രാജാവിനെ കൊല്ലാൻ വേണ്ടി ശാസ്ത്രിമാര് വായിച്ചു കൊടുക്കുക. രാജാവിനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. മോർദെഖായി അത് കണ്ടുപിടിച്ചു. എസ്തേർ എസ്തേറിനെ അറിയിച്ചു. എസ്തേർ വന്ന് തിരുമേനിയെ അറിയിച്ചു. അങ്ങനെ അവരെ തൂക്കിലേറ്റി. ഉടനെ രാജാവ് ഒരു ചോദ്യം, മോർദെഖായിക്ക് ഇതിന് പ്രതിഫലം എല്ലാം കൊടുത്തോ? അവിടെ തന്നെ ചേർത്തോ, മോർദെഖായിക്ക് പ്രതിഫലമൊന്നും കൊടുത്തിരുന്നില്ല. മോർദെഖായിക്ക് പ്രതിഫലമൊന്നും കൊടുത്തിരുന്നില്ല. രാജാവ് പറഞ്ഞു, ഇല്ല, ഇപ്പൊ തന്നെ പ്രതിഫലം കൊടുക്കണം. വെളിയിൽ ആരാ ഉള്ളത്? ഹാമാൻ നിൽക്കുന്നു. ഹാമാൻ വന്നു. ഇതൊരു കാര്യം കേട്ടോ, ഹാമാന് കയ്യിലിരിക്കുന്ന പേപ്പർ ഒരൊറ്റ പ്രോസസ് നടന്നാൽ മതി, സീല് വെച്ചാൽ മതി. ആ പരിപാടി അവിടെ നടന്നില്ല. ഹാമാൻ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് രാജാവ് അങ്ങോട്ട് പറഞ്ഞു, പേപ്പർ കയ്യിൽ കിട്ടി. ഒരു കാര്യം പറയട്ടെ, രാജാവ് ഒരു മനുഷ്യനെ ബഹുമാനിക്കാൻ, ഒരു മനുഷ്യനെ ആദരിക്കാൻ വിചാരിക്കുന്നുണ്ട്, ആദരിക്കാൻ ഇച്ഛിക്കുന്നു. അവനെ എങ്ങനെ ആദരിക്കണം? ഹാമാൻ തന്നെയാ പറഞ്ഞത്. ഹാമാൻ പറയുമ്പോ തന്നെ മറ്റൊരു കാര്യം പറയാം. ഹാമാൻ ഉദ്ദേശം എന്താണെന്നറിയാമോ? നാളെ കഴുകുമരത്തെ തൂക്കണം. ഈ ഉദ്ദേശ ഹൃദയത്തിനകത്ത് പേറി വരുന്ന ഹാമാൻ, ഹൃദയത്തിന്റെ ആഗ്രഹം ഒന്നാണ്, വാ കൊണ്ട് പറയുന്ന മറ്റൊന്ന്. പറയുന്ന എന്താണെന്നറിയാമോ? രാജാവിന്റെ കുതിര, രാജാവിന്റെ വസ്ത്രം, രാജാവിന്റെ കിരീടം, അത് വെപ്പിച്ചിട്ട് രാജാവിന്റെ ചെങ്കോല്, അങ്ങനെ വെപ്പിച്ചിട്ട് രാജാവിന്റെ പ്രമുഖന്മാരിൽ ഒരാള് രാജവീതിയിൽ കൂടെ രാജാവ് ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷനെ ഇങ്ങനെ ആദരിക്കും എന്ന് പറയട്ടെ. അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ അപ്പോയിന്റഡ് ടൈം പത്രോസ് പറയുന്ന തക്ക സമയത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹാമാൻ ഈ കത്തിനകത്ത് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്, നാളെ രാവിലെ 7 മണിക്ക് ഞാൻ ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലും. രാജാവ് പറഞ്ഞു, അത് രാത്രിയാണല്ലോ, രാത്രിയല്ലേ ഈ പരിപാടി നടന്ന. ഏതായാലും രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 7 മണിക്ക് രാജാവിന്റെ കുതിരയുടെ പുറത്ത് രാജവസ്ത്രം ധരിപ്പിച്ച്, രാജകിരീടം ധരിപ്പിച്ച്, രാജദണ്ഡം പിടിച്ചിട്ട് നീ ഒരുവൻ
മുൻപിൽ നടന്നിട്ട് പറയണം, രാജാവ് ബഹുമാനിക്കാൻ ഇരിക്കുന്ന പുരുഷനെ നീ ഇങ്ങനെ ആദരിക്കും എന്ന് നീ പറയണം. അവന്റെ പദ്ധതി എന്താണെന്നറിയാമോ? ഇവനെ നശിപ്പിക്കാൻ. ഇന്ന് പകല് ദൈവ കുഞ്ഞുങ്ങളെ, ദൈവ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ പിശാചൊരു പദ്ധതി ഇട്ടാൽ, ലോകം നിന്നെ മറന്നാൽ, അർഹമായത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, നീ നിന്ദിക്കപ്പെട്ടാൽ, നീ ഒഴിവാക്കിയാൽ, ലോകം നിന്നെ മറന്നാൽ മറക്കാത്ത സ്വർഗമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരോട് പരിശുദ്ധാത്മാവിന്റെ ആ വാക്ക് അതുപോലെ കൈമാറട്ടെ, അതുപോലെ കൈമാറട്ടെ. നിന്നെ ഓർക്കുന്ന സ്വർഗമുണ്ടെന്ന്. ഇന്ന് പകലിൽ മറക്കരുത് കേട്ടോ, ഈ ആരാധനയ്ക്ക് മറക്കരുത്. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, ആ സമയം മോർദെഖായിക്ക് ഒരു കുണ്ഠിത മനോഭാവം, മോർദെഖായിക്ക് ഒരു വേദന, വിഷാദഭാവം. എന്താ, എനിക്കൊരു പ്രമോഷൻ തന്നില്ലല്ലോ, എന്നെ മറന്നു കളഞ്ഞല്ലോ, രാജാവ് എന്നെ ആദരിച്ചില്ലല്ലോ. ചിലരും നിന്നെ മറക്കുന്നത്, ചിലര് നിന്നെ അറിയാതിരിക്കുന്നത്, ചിലര് നിന്നെ ഒഴിവാക്കുന്നത്. അല്ല, ഈ വന്നിരിക്കുന്ന അസുഖങ്ങള്, ഈ വന്നിരിക്കുന്ന രോഗങ്ങള്, അത് ദൈവം നിന്റെ ജീവിതത്തില്, അതെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മോർദെഖായിയുടെ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ, എന്നെ മറന്നു കളഞ്ഞല്ലോ, രാജാവ് മറന്നു, അവരെല്ലാവരും മറന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവം ഇതിലെ നിന്റെ പ്രാർത്ഥന വെറുതെയായി പോവുകയില്ല, നിന്റെ പ്രാർത്ഥന വെറുതെയായി പോവുകയില്ല. ഇന്നലെ ആ പ്രിയ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക. എപ്പോഴാണെന്നറിയാമോ? ഈ രാജാവ് ഹാമാനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പ്രാർത്ഥന അവിടെ തുടർന്നുകൊണ്ടിരിക്കുക, ഉപവാസ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക, അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക. ദൈവസഭയെ നമ്മുടെ പ്രിയപ്പെട്ടവര് അവര് രോഗക്കിടക്കയിലായിരിക്കുമ്പോ ഒരു ആന്റി പറഞ്ഞില്ലേ, ബർത്ത്ഡേക്ക് മുമ്പ് പ്രിയ അച്ചായൻ വരണം. ഈ പ്രാർത്ഥന തുടരട്ടെ, ഹൃദയത്തിനകത്തെ പ്രാർത്ഥന തുടരട്ടെ, ഹൃദയത്തിനകത്തുനിന്നുള്ള ആ പ്രാർത്ഥന തുടരട്ടെ. ദൈവം തമ്പുരാൻ ഇന്ന് പകലിലും അതേ വചനം ആവർത്തിക്കുന്നു. The vision has an appointed time. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ സമയം. ഈ സമയത്തെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. മോർദെഖായിയുടെ ടൈം 10 വർഷം മുമ്പായിരുന്നു. അന്നാണ് മോർദെഖായിക്ക് അംഗീകരിക്കപ്പെട്ട, അർഹതപ്പെട്ട അംഗീകാരം കിട്ടേണ്ടത്. അന്നാ നമ്മുടെ പലരുടെയും ജീവിതം പോലെ അർഹതപ്പെട്ട അംഗീകാരം കിട്ടേണ്ടത് അന്നാ. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അന്നല്ല. ഇതിനിടയ്ക്കൂടെ കടന്നുപോയ വേദന, ഇതിനിടയ്ക്കൂടെ കടന്നുപോയ സങ്കടം, ഒറ്റപ്പെടുത്തല്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആളുകൾ വന്നിട്ട് പറഞ്ഞു, മോർദെഖായിയുടെ കൂടെയുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു, മോർദെഖായി നീ ഒരുത്തൻ കാരണമാ, നീ ഒരുവൻ കാരണമാ ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നത്. പ്രാർത്ഥിക്കുന്ന ആളോട് വന്നിട്ട് പറയുക, പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോ ഹൃദയത്തെ മുറിക്കുന്ന രീതി ചോദിക്കത്തില്ലേ, ദൈവദാസനെ കുറെ പ്രാർത്ഥിച്ചില്ലേ, മാസ്റ്ററെ കുറെ പ്രാർത്ഥിച്ചില്ലേ, ഇവര് കുറെ പ്രാർത്ഥിച്ചിട്ടില്ലേ, പ്രാർത്ഥനക്കാരെന്ന പേര്, എന്നിട്ട് എന്താ ഉണ്ടായേ? ഇപ്പോഴും വേദനയല്ലേ? തലേ മുണ്ടിട്ടുണ്ട്, ചാരത്തിൽ കിടന്ന് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഒരു മറുപടിയുടെ ടൈം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മറുപടിയുടെ ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കും, പെട്ടെന്ന് നിങ്ങൾ അറിയില്ല, പ്രാർത്ഥിക്കുന്ന ഒരു ടൈം, അപ്പോയിന്റഡ് ടൈം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് കറക്റ്റ് അല്ലേ? അതുകൊണ്ട് തക്ക സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഈ മോശ ഈ ദർശനമൊക്കെ കണ്ടിട്ടാ വരുന്നേ. എന്റെ ഭാഷയല്ല പറയുന്നത് കേട്ടോ, ദർശനമൊക്കെ കണ്ടു. മോശ ഇങ്ങനെ കണ്ടു, തെയോഫനി, ദൈവത്തിന്റെ തെയോഫനി കണ്ടു. ദൈവം ഇങ്ങനെ വിടുവിക്കുന്നെന്നും ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ വേണ്ടി മോശയെ നിയോഗിച്ചു. അല്പം മടിയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും, കുറച്ച് മടിയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും മോശ സമ്മതിക്കാൻ കാരണമുണ്ട്. വടി താഴെ ഇടാൻ പറഞ്ഞു. പാമ്പ്, ആ വലിയ സർപ്പം, മോശ ഓടി അതിന്റെ വാലെ പിടിച്ച് എടുക്കാൻ പറഞ്ഞു. തിരിച്ചു വന്ന് വാലെ പിടിച്ചെടുത്തു. മോശയ്ക്ക് ഒരു ധൈര്യം, എന്തോ ഒരു ധൈര്യം. വടി താഴെ ഇട്ടപ്പം പാമ്പായി, തിരിച്ചെടുത്തപ്പം വീണ്ടും വടിയായി. മോശയ്ക്ക് ഒരു ധൈര്യം വന്നു. ഈ വടിയായിട്ടാ മോശ ഇങ്ങോട്ട് ചെല്ലുന്നേ. ഇനി ഞാൻ പറയുന്നത് എന്റെ ഭാഷയല്ല, ഈ വടിയായിട്ട് മോശ നേരെ അങ്ങ് ചെല്ലുക ഫറവോന്റെ അടുത്തോട്ട്. മോശയ്ക്ക് ഒരു ധൈര്യമുണ്ട്, കയ്യിലിരിക്കുന്ന വടിയാ. ഈ വടി അങ്ങോട്ട് താഴോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഫറവോൻ പേടിച്ച് വരച്ച്, എന്റെ പൊന്നു മോശെ, നീ സർപ്പത്തെ കൊണ്ട് പോ, ഞാൻ ജനത്തെ വിട്ടേക്കാം എന്നൊക്കെയാ നമ്മുടെ പ്രതീക്ഷ. ഒരൊറ്റ അടിക്ക് ഇപ്പം തന്നെ മറുപടി കിട്ടുമെന്ന പ്രതീക്ഷ. ഒന്നും സംഭവിച്ചില്ല. മോശയുടെ സമയത്തൊന്നും സംഭവിച്ചില്ല. മോശ പ്രതീക്ഷിച്ച സമയത്തൊന്നും സംഭവിച്ചില്ല.
മോശ പ്രതീക്ഷിച്ചു, ഇപ്പൊ തന്നെ മറുപടിയാ. ഒന്നും നടന്നില്ല. മാത്രമല്ല, ഈ വടി കൊണ്ട് അങ്ങോട്ട് ഇട്ടപ്പം നമ്മുടെ ഭാഷ പറഞ്ഞ രാജാവ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നമ്മുടെ പേരങ്ങോട്ട് വിളിച്ചു. എടാ രാജപ്പ, എടാ തങ്കപ്പ, എടാ ഔസേപ്പേ, നീ എല്ലാവരും ഇങ്ങോട്ട് വന്നേ, ഇതേ ഒരുത്തം വന്ന് ഇവിടെ പാമ്പിനെ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. വന്നവൻ വടിയിട്ടു. വടിയിട്ടവന്റെ എല്ലാം പാമ്പായി. മോശ ആകപ്പാടെ മണ്ടടിച്ചു പോയി. മോശയുടെ വടി ബാക്കി സർപ്പത്തെ വിഴുങ്ങി. പക്ഷെ മോശ ഭാർവം പറഞ്ഞു, മോനെ ഇതൊന്നും വലിയ കാര്യമല്ലെന്നേ. ഈ പ്രാർത്ഥനയൊക്കെ എത്ര കണ്ട നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ചില ദേശാധിപതി ശക്തികൾ ദാനിയേൽ പ്രാർത്ഥിച്ചു 21 ദിവസം മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം മറുപടി വന്നതാ. ദാനിയേൽ 10 കാണാം. 1-ാമത്തെ ദിവസം മറുപടി അയച്ചതാ. 21 ദിവസവും മുട്ടയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാ മറുപടി ദേശാധിപതിയൊക്കെ വെട്ടി മീഖായേൽ വന്ന് യുദ്ധം ചെയ്ത് ഇങ്ങോട്ട് എത്തിയത്. പ്രാർത്ഥിക്കുന്ന ദൈവജനം പ്രാർത്ഥന നിർത്തണ്ട കേട്ടോ. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതിന് ഉപമ പറഞ്ഞല്ലോ, ഒരു ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ ശങ്കയില്ലാത്ത അനീതിയുള്ള ന്യായാധിപൻ. അതിന്റെ അവസാനത്തെ വാക്ക് എന്താണെന്നറിയാമോ? അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയ്ക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിച്ചുവെങ്കിൽ സ്വർഗസ്ഥനായ ആ നമ്മുടെ പിതാവ് അവൻ ദീർഘക്ഷമയുള്ളവനായാലും ആ വാക്ക് വിട്ടുകളയല്ല. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാർക്ക് വേണ്ടി, വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ദൈവഭക്തന്മാർ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ, അവർക്ക് വേണ്ടി ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമോ? അടുത്ത വാക്ക് രക്ഷിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വാക്ക്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്. The vision has an appointed time. God has an appointed time for you. ദൈവത്തിന് ഒരു appointed time. ദൈവത്തിന് നിന്നെ കുറിച്ച്, നിന്റെ ജീവിതത്തെ കുറിച്ച്, നിന്റെ പദ്ധതിയെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച് ഒരു appointed time ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ഒരു ക്രോണോസ് അല്ല. മാനുഷികമായിട്ട് നമുക്കത് വൈകി എന്ന് തോന്നാം. ഇവിടെ ആ വാക്കെങ്കിലും ശ്രദ്ധിക്കണം. ആ വാക്കിന്റെ ആഴം മനസ്സിലാകുമ്പോഴാ മുമ്പേ പറഞ്ഞ ഹബക്കൂക്കിലെ വാക്കില്ലേ, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. പലരും പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വാഗ്ദത്തം കിട്ടി, നാളുകൾ എത്രയായി, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ ദിവസവും പ്രാർത്ഥിച്ചു, എന്നിട്ടും മറുപടി കിട്ടിയില്ല. കർത്താവേ മറുപടി എന്ന് പറയുമ്പോ ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഓർപ്പിക്കട്ടെ, ഈ പകലിൽ ഓർപ്പിക്കട്ടെ പ്രിയരെ, മറുപടി എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുക, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. ഈ ആദ്യത്തെ സമയത്തിന്റെ പേരാണ് കെയ്റോസ് ടൈം. ആ ടൈമാണ് കെയ്റോസ്. അടുത്ത് പറയുന്നു വൈകിയാലും വരും. അത് തമ്പുരാൻ അറിയാമായിരുന്നു ഹബക്കൂക്ക് എഴുതുമ്പോൾ. ഇത് പ്രവചനം, അത് നിവർത്തിയ ഈ വചനം ഇന്നും കർത്താവിന്റെ വരവ് വരെ നിൽക്കുന്ന ആ പ്രവചന വാക്ക്, നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. ആ വാക്ക് പറയുന്നു, മോളെ നീ പ്രാർത്ഥിക്കുന്നുണ്ട്, മോനെ മോർച്ചയ്ക്കായി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ഒന്നുകൂടെ കാത്തിരിക്കെ, ദൈവത്തിന്റെ ടൈം ഇതല്ല. മോർത്തയ്ക്കായിക്ക് അന്ന് പ്രമോഷൻ കൊടുത്താൽ തീർന്നുപോയി. അന്ന് അതുകൊണ്ട് തീർന്നു. അത് സംഗ്രഹിച്ച് വെച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഹാമാൻ എന്ന ഒരുത്തൻ വരും, നിന്നെ തകർത്ത് കളയാൻ വരും, നിന്നെ മാത്രമല്ല ദേശത്തെ മുടിക്കാൻ വരും. അവിടെ അത് മാത്രമല്ല, ദൈവം വെച്ചിരിക്കുന്ന അപ്പോയിന്റ്മെന്റില് അവിടെ രാജ്യത്തെ രണ്ടാമനാക്കി ഹാമാന്റെ പൊസിഷൻ ദൈവരാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരുവനെ മാറ്റി അവനെ വെക്കുക എന്നുള്ളത് ദൈവരാജ്യത്തോട്, ആ ദൈവരാജ്യത്തോട് നിന്നെ അടുപ്പിക്കുവാൻ, നിത്യതയോട് നിന്നെ അടുപ്പിക്കുവാൻ, ആ പ്രത്യാശയിൽ നിന്നെ ഉറപ്പിക്കുവാൻ എന്റെ തമ്പുരാൻ ഒരു ടൈം നിനക്ക് വേണ്ടി വെച്ചിരിക്കുക. അത് ഈ ലോകം നിന്നെ തീർത്തു കളയാനല്ല. ആ 7-ാം അധ്യായം 14-7 വാക്യം അയ്യോബിന്റെ പുസ്തകം പറയുന്നില്ലേ, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് ഇളം കൊമ്പ് വിടാതിരിക്കുമോ? വെള്ളത്തിന്റെ ഗന്ധം അടിച്ചിട്ട് അത് വീണ്ടും അതിന്റെ തളിർ വിടുകയില്ലയോ? ഇന്ന് പകലിൽ ഏതെങ്കിലും കാര്യങ്ങളില് ഒരു വൃക്ഷം വെട്ടിയതുപോലെ ഒരു തകർച്ചയിൽ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാതിരിക്കുമ്പോൾ ദൈവം ഇതിനെ ഓർപ്പിക്കട്ടെ, ദൈവം നിനക്കായി ഒരു തക്ക സമയം വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ കർത്താവ് കേൾക്കുകയില്ല, ചിലപ്പോൾ അതിനൊരു ടൈം വെച്ചിട്ടുണ്ടാകും. മറ്റൊരു സംഭവം പറയാം. ഈ ഏലിയാവിന്റെ കാര്യം, ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഈ ജോസഫിന് 40-ാം അധ്യായം അവസാന വാക്യത്തിൽ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായ ഒരു വാക്കാ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട. ആ വാക്ക് എന്താ എഴുതിയിരിക്കുന്നോ? എങ്കിലും പാനപാത്രവാഹകനോ ജോസഫിനെ ഓർക്കാതെ മറന്നുപോയി. 2 നെഗറ്റീവ് വാക്ക് ഒരുപോലെ എഴുതിയിരിക്കുക. ഓർത്തില്ല എന്ന് എഴുതിയാ പോരെ, അല്ലെ മറന്നുപോയി എന്ന് എഴുതിയാ പോരെ. ആ വാക്കിന്റെ ആ കാഠിന്യത കൂട്ടാൻ, ആ മറന്നുപോയി എന്റെ കാഠിന്യത കൂട്ടാൻ എഴുതിയിരിക്കുക. എങ്കിലും പാനപാത്രവാഹകനോ ജോസഫിനെ ഓർക്കാതെ മറന്നുപോയി.
He did not remember. ഒന്ന്, അവൻ ഓർത്തില്ല. രണ്ട്, forgot. രണ്ട് വാക്കൂടെ ചേർത്ത് എഴുതിയേക്കാം, ഓർക്കാതെ മറന്നുപോയി. അതെന്താ ഓർക്കാതെ മറന്നുപോയേ? ജോസഫിന് ഒത്തിരി ചോദ്യമുണ്ട്. കർത്താവേ, ഞാൻ ഒരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ല. സത്യമായിട്ട് ചിന്തിച്ചേ. പാനപാത്രവാഹകൻ അവിടെ വന്നു, അപ്പക്കാരൻ വന്നു. ഇവരെ രണ്ടുപേരും പ്രാർത്ഥനയെ സംബന്ധിച്ച് ഇവരിൽ ആരാ മിടുക്കര്? പാനപാത്രവാഹകൻ പ്രാർത്ഥിക്കുന്ന ആളെയല്ല. ചില നമ്മൾ നോക്കി കമ്പയർ ചെയ്യാറില്ലേ? ഈ പാനപാത്രവാഹകന് 3-ന്റെ അന്ന് മറുപടി കിട്ടി. കാരണം ജോസഫ് പറഞ്ഞെന്താ, 3-ാം ദിവസം നീ തിരിച്ചു കയറും. അതെ, 3-ന്റെ അന്ന് മറുപടി കിട്ടി. പ്രാർത്ഥിക്കുന്ന ജോസഫിനോ 3-ന്റെ അന്നും കിട്ടിയില്ല, 3 മാസത്തിലും കിട്ടിയില്ല, ചിലപ്പോ 3 വർഷത്തിൽ പോലും കിട്ടിയില്ല. 13 വർഷമാ കിടന്ന് കഷ്ടപ്പെട്ടത്. ആ 3 വർഷമായിട്ടും കിട്ടിയിട്ടില്ല. ഈ മറ്റവനോ 3-ന്റെ അന്ന് മറുപടി കിട്ടി. അവരൊന്ന് ഞെളിഞ്ഞിട്ട് പറഞ്ഞു, കണ്ടോ, ആ മറ്റേ വലിയ പ്രാർത്ഥനയൊന്നും വേണ്ടതേ, പൊത്തൂരിത്തൊക്കെ മതി, മറുപടി കിട്ടി. മറ്റവൻ ജോസഫിനെ ഓർക്കാതെ മറന്നുപോയി. യോസഫ് വിചാരിച്ചു, ഇന്നായിരിക്കും എന്റെ മറുപടി മറ്റവൻ വരുന്നത്. ഇല്ല, നാളെ ആയിരിക്കും. ഇല്ല, ഇന്നും വന്നില്ല, നാളെയും വന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ദൈവം അവിടെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? ജോസഫിന് വേണ്ടി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ പാനപാത്രവാഹകൻ, പ്രിയരെ, ഇവിടെ ഞാനൊരു കാര്യം ഓർമ്മിക്കട്ടെ. ചിലര് നിന്നെ മറക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇവൻ ഓർത്തെങ്കിൽ, ഈ പാനപാത്രവാഹകൻ ഓർത്തെങ്കിൽ, അവിടെ കൊണ്ടുപോയിട്ട് താഴെ ഇവന്റെ കീഴെ മുന്തിരിങ്ങ പിഴിയാനാക്കും, വീഞ്ഞുണ്ടാക്കാനാക്കും, കപ്പ് കഴുകാൻ, രാജാവിന്റെ പാനപാത്രം കഴുകാൻ വേണ്ടി വാഷ് ചെയ്യാൻ, ക്ലീനിങ്ങിന് വേണ്ടിയാക്കും. ഈ ക്ലീനിങ്ങിന് വേണ്ടി ആക്കിയാലും സഹിക്കാം. ഒരു ദിവസം ഈ പാനപാത്രവാഹകൻ വന്ന് നിന്നിട്ട് രാജാവേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയാം. എന്താ കാര്യം? ഇവിടെ നമ്മുടെ അലക്സാണ്ടർ സീസർ എഴുതി വെച്ചിരിക്കുന്ന ആ ബുക്കിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, രാജ്ഞി കഴിഞ്ഞാൽ രാജാവിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആള് പാനപാത്രവാഹകനാ. അതുകൊണ്ടാ നെഹമ്യാവ് പറഞ്ഞ ഉടനെ ഈ മതിൽ പണിയാനൊക്കെ രാജാവ് അയക്കാൻ കാരണമായത്, അർത്തവിശ്വസ രാജാവ് അയക്കാൻ കാരണമായി ശൂഷൻ രാജധാനിന്ന്. അപ്പൊ ഈ പാനപാത്രവാഹകൻ ചെന്ന് നിന്നിട്ട് പറയാ, രാജാവ് ഒരു കാര്യം പറയട്ടെ. പറയാം. അത് ഒരു കാര്യം പറയാനുണ്ട്. പറയാം. അപ്പൊ വീഞ്ഞൊക്കെ കുടിച്ച് രാജാവ് ഇരിക്കുക. അതെ, എന്റെ കൂടെ ജയിലിൽ കിടന്നപ്പം രാജാവ് ഞാൻ പോയപ്പം ഒരു പയ്യനുണ്ട്, അവനെ ഞാനൊന്നെടുത്ത്, അവനൊരു പാവപ്പെട്ട ഒരുത്തനാ, അവനെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. രാജാവ് ഒന്ന് സമ്മതിക്കാമോ? രാജാവ് പറയും, ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, അവനെ പുറത്തു കൊണ്ടുവന്നോ. ഇവനെ പുറത്തു കൊണ്ടുവന്നിട്ട് എവിടെ ആക്കും അറിയാമോ? ഇവിടെയാക്കും, ക്ലീനിങ്ങിന്, മറ്റേ വെസൽ ക്ലീനിങ്ങിന്, പാത്രം കഴുകാനാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തട്ടിയിട്ട് പറയും, പുറത്തിട്ട്, ജോസഫേ, ഞാൻ ഓർത്തോളം, ഞാനാ നിന്നെ ഇവിടെ ആക്കിയത്, ഞാനല്ലേ എന്ന് പറയും. ഇടയ്ക്ക് വന്നിട്ട്, ഞാനാ നിന്നെ, ഞാൻ കാരണോ, ഞാനില്ലായിരുന്നെങ്കിൽ നീ അവിടെ ചെങ്ങലെ കിടക്കേണ്ടില്ല, ജയിലിനകത്ത് കിടക്കേണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും. ദൈവത്തമ്പുരാൻ ഇത് ഇഷ്ടമല്ല. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് ചിലര് താമസിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, പ്രാർത്ഥിക്കുന്ന ദൈവവേദനയുടെ കാര്യത്തിൽ തമ്പുരാൻ ഇത് ഇഷ്ടമല്ല. ഒരു ലോകത്തിനൊത്ത് വന്നിട്ട്, ഒരു ജാതിയെ വന്നിട്ട് നിന്നെ ഇടയ്ക്ക് തട്ടിയിട്ട്, ഞാനാ നിന്നെ രക്ഷിച്ച്, ഞാനാ നിന്നെ വിടുവിച്ച്, പ്രാർത്ഥിക്കുന്ന ഒരു വന്നിട്ട് പറയട്ടെ, ഞാനും കൂടെ പ്രാർത്ഥിച്ചായിരുന്നു, പ്രാർത്ഥനയെ വിടുവിച്ചെന്ന് പറയാനാ തമ്പുരാൻ ഇഷ്ടം. അതുകൊണ്ടാ ജോസഫ് ഇന്ന് നോക്കി നാളെ നോക്കി മറുപടി കിട്ടിയില്ല. തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട്. അവന്റെ ഒരു വഴി കൊണ്ടല്ലാതെ, ഇവന്റെ ഒരു വാക്കുകൊണ്ടല്ലാതെ ഇവൻ അപേക്ഷിക്കുക. ദൈവാത്മാവുള്ള ഒരുവനെ എനിക്കറിയാം, ജയിലിൽ കിടപ്പുണ്ട്, അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനാ. രാജാവിന് നേരിട്ട് ഒരു പരിചയപ്പെടുത്തി കൊടുക്കുക. മറ്റേതുപോലെയല്ല. ലോകത്തിന്റെ ഒരു റെക്കമെൻഡേഷൻ നീ ആഗ്രഹിച്ച ഇടത്തു നിന്ന് റെക്കമെൻഡേഷൻ കിട്ടുന്നില്ലെങ്കിൽ, നിന്റെ പിതൃഭവനം നിന്നെ ഓർക്കുന്നില്ലെങ്കിൽ, നീ നന്മ ചെയ്തു കൊടുത്തിട്ട് ഒരു വലിയ നന്മയല്ലേ ചെയ്തത്? ജയിലിൽ കിടന്ന് ഒരുത്തൻ മരിക്കാൻ കിടന്നപ്പം അവന് സ്വപ്നം പറഞ്ഞു കൊടുത്തു. അവൻ വിഷണ്ണനായിട്ടിരുന്നപ്പം അവന് വലിയ പ്രത്യാശ കൊടുത്തു. ഇവിടെ ചിന്തിക്കണം, ചെറിയൊരു കാര്യമല്ല ഇത്. കാര്യം എന്താണെന്നറിയാമോ? ഇവനിങ്ങനെ മരിക്കുമോ വേണ്ടയോ എന്ന് വിചാരിച്ച കിടക്കുന്നത്, തൂക്കിക്കൊല്ലുമോ വേണ്ടയോ എന്ന് വിചാരിച്ച കിടക്കുന്ന ഒരുത്തനോട് പറയാ, മോനെ, നിന്നെ തൂക്കിക്കൊല്ലുവൊന്നുമില്ല കേട്ടോ, നീ വിടുവിക്കപ്പെടാൻ പോകുക, നീ ധൈര്യമായിട്ടിരുന്നു, നീ ജോലി കയറുന്നു. അവന് കിട്ടുന്ന ഒരു ആശ്വാസം, അവന് കിട്ടുന്ന ഒരു വിടുതല്, അവന് കിട്ടുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിൽ വലിയ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത് നിനക്കൊരു ഭാവി ഉണ്ടെന്ന് പറഞ്ഞത് അച്ചട്ടായിട്ട് പച്ചിലയും കത്രികയും പോലെ സംഭവിക്കുകയും ചെയ്തു. ഓർക്കേണ്ടതായിരുന്നു, പക്ഷെ ഓർത്തില്ല. ഇന്ന് പകലില് ഓർത്തില്ല എന്ന് വെച്ചിട്ട് ആരും സങ്കടപ്പെടരുത് കേട്ടോ. ചിലർക്ക് നന്മ ചെയ്തു, എന്നോട് പരിശുദ്ധാത്മ പറയുന്നു. ചിലരൊക്കെ കർത്താവെ, ഞാൻ എന്തുമാത്രം ഉപകാരം ചെയ്തതാ, അവരിന്നോട് ഇങ്ങനെയല്ല പെരുമാറുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുള്ള വാക്കുകൾ കൊണ്ട് ചിലര് വേദനിപ്പിക്കുമ്പോൾ ഹൃദയത്തെ മുറിക്കുന്ന അമ്പ്, ഒരു കൂരമ്പ് പോലെ ഹൃദയത്തിനകത്തോട്ട് കയറിയിട്ടുള്ള പ്രിയരെ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവില്, ദൈവത്തിന്റെ അഭിഷിക്തനാകുന്ന ഞാൻ ഇന്ന് പകലിൽ വിളിച്ചു പറയുക, ആ ചിന്ത വിട്ടേക്ക്. നീ മുറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവ തീരുന്നില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു ടൈം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ആ പാത്രം കഴുകുന്ന പരിപാടി മാറ്റിയിട്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് തട്ടിയിട്ട് ഞാനാ നിന്നെ ആക്കിയതെന്ന് പറയുന്ന മാറ്റിയിട്ട് എവിടത്തേക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? അവിടെ രാജ്യത്തിന്റെ രണ്ടാമനെന്ന സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ ഉയർന്നിരിക്കുമെന്ന് പറയുന്ന രാജാവ് പറയുന്ന, അവിടുത്തെ ഭഗവാൻ പറയുന്ന ആ തലത്തിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരു പദ്ധതി അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക, ഒരു ടൈം വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ. ഇന്ന് നമ്മൾ പിഴുവെറുക്കരുത്, അവിശ്വാസത്തോടെ പിഴുവെറുക്കരുത്. അവിശ്വാസത്തിലുള്ള ദുഷ്ടഹൃദയം അത് ദൈവം ക്ഷമിക്കില്ല. എങ്കിലും അതിൽ മിക്ക പേരിലും യഹോവ പ്രസാദിച്ചില്ല, ദൈവം പ്രസാദിച്ചില്ല. കാര്യം എന്താണെന്നറിയാമോ? അവർ പിഴുവെറുപ്പുള്ളവരായിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ഇന്ന് ഈ വചനത്തിനകത്ത് ഉറയ്ക്കട്ടെ, ദൈവവചനത്തിൽ ഉറയ്ക്കട്ടെ, മനസ്സുറയ്ക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരു ടൈം വെച്ചിട്ടുണ്ട്. അത് ക്രോണോസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ടൈം അല്ല, ദൈവത്തിന്റെ ഒരു ടൈം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു ടൈം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ കുറെ പ്രാർത്ഥിച്ചു. ചില പ്രാർത്ഥന അപ്പൊ തന്നെ മറുപടി, ചില പ്രാർത്ഥന മറുപടിയേ ഇല്ല. പൗലോസ് പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ലല്ലോ. പൗലോസ് പ്രാർത്ഥിച്ചു, മറുപടി പൗലോസ് പറഞ്ഞു, കർത്താവേ ശൂലം മാറിപ്പോണേ 3 പ്രാവശ്യം. കർത്താവ് പറഞ്ഞു, വേണ്ട മോനെ, എന്റെ കൃപ നിനക്ക് മതി. പൗലോസിന് കാര്യവും കൂടെ പറഞ്ഞു കൊടുത്തു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടത്തില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവിന് 2-3 പ്രാർത്ഥന വേഗത്തിൽ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് പറയാം. ഒരു പ്രാർത്ഥന, കർമ്മേലിന്റെ മേളിൽ കയറി ഒരു പ്രാർത്ഥന, ഒരൊറ്റ വാചകമുള്ള ഒരു പ്രാർത്ഥന. കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനെന്നും ഈ പറയുന്ന കാര്യമൊക്കെ അങ്ങ് പറഞ്ഞിട്ടാ ചെയ്യുന്നേ. ഒരൊറ്റ പ്രാർത്ഥന, ദേ വന്നു, തീ ഇറങ്ങി. അത് ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം. ഒറ്റ ഒരടിക്ക് തീ ഇറങ്ങി. ഇതേ ഏലിയാവ് അടുത്ത പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ശ്രദ്ധിക്കണേ. അപ്പൊ ചില പ്രാർത്ഥനകൾക്ക് അപ്പൊ തന്നെ മറുപടി കിട്ടുന്നു, ചില പ്രാർത്ഥനകൾക്ക് അന്നേരം മറുപടി കിട്ടുന്നില്ല. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നറിയാമോ? അവിടെ ഇരുന്ന് 7 പ്രാവശ്യം ഇയാൾ പോയി നോക്കിയിട്ട് വന്നല്ലോ. ഈ ബാല്യക്കാരൻ പോയി നോക്കിയിട്ട് വന്നല്ലോ. ആ പർവ്വതത്തിന്റെ മേളില് മുട്ടുമടക്കി തല കൊണ്ട് മുട്ടിനിടയ്ക്ക് വെച്ച് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. പണ്ടൊക്കെ ഈ നമ്മുടെ സൂതി കർമ്മികള്, വൈറ്റാട്ടികൾ പറയുന്നത്, അവരിങ്ങനെ ഈ പ്രസവ സമയത്ത് ഇതുപോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആകുന്നതിന് മുമ്പൊക്കെ ചെയ്തൊരു സംവിധാനം അത്. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വായിച്ചു നോക്കിയപ്പോ ആ ചരിത്രത്തില് ആ ഹമ്മൂറാബി എന്ന് പറഞ്ഞ കോഡുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, ഈ പ്രസവ വേദനപ്പെടുമ്പം ഇരുത്തുന്ന ഒരു സ്റ്റൈലാണ് മുട്ടിനിടെ തല വെച്ചിരുത്തുന്നത്. അത് വേഗത്തെ പ്രസവം നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഈ പ്രസവ വേദനപ്പെടുന്ന വേദനയോടെയാണ് ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പ്രാർത്ഥനയുടെ ഒരു ചുരുങ്ങിയത് ഒരു 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട്. കാരണം 6 പ്രാവശ്യം ഇവൻ പോയി നോക്കിയിട്ട് വന്നല്ലോ. 1-ാം പ്രാവശ്യം പോയി, 2-ാം പ്രാവശ്യം പോയി, കടലിൽ പോയി നോക്കിയിട്ട് വന്നു, വല്ല അടയാളവും കാണുന്നുണ്ടെന്ന്. ഏറ്റവും കുറഞ്ഞത് കുതിരപ്പുറത്ത് പോയാൽ പോലും 2 മണിക്കൂർ വേണം ആ പർവ്വതത്തിൽ നിന്ന് ഈ കടൽത്തീരം വരെ പോയിട്ട് തിരിച്ചു വരാനായിട്ട്. അങ്ങനെ നോക്കിയാൽ 12 മണിക്കൂറെങ്കിലും സമയമെടുത്തു. ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഏലിയാവെ, നീ മുമ്പേ ഒറ്റ പ്രാർത്ഥന, ഒറ്റ വാക്കുകൊണ്ടല്ലേ മഴ ഇറക്കിയത്? അതെ. അപ്പൊ എന്താ ഇപ്പൊ ഈ മടുത്തു പോകാതെ പിന്നെ പ്രാർത്ഥിക്കുന്നത്? അതെ, ദൈവ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന 3 വർഷമായിട്ട് മഴയില്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അങ്ങനെയല്ല. ഇവിടെ കുറച്ച് സമയോടെ വേണം, കുറെ സമയം കൂടി അങ്ങ് പ്രാർത്ഥിക്കുക. ഏലിയാവ് 12 മണിക്കൂറിലധികം ആ തല എടുക്കാതെ മുഴങ്കാലിനകത്ത് തല വെച്ചുകൊണ്ട് മുട്ടയിൽ എടുത്ത് ഏലിയാവ് പ്രാർത്ഥിക്കുക. ചോദിച്ചു, അടയാളം കാണുന്നുണ്ടോ? ഇല്ല. അടയാളം കാണുന്നുണ്ടോ? ഇല്ല. 6 പ്രാവശ്യം ഇല്ല. 7-ാം പ്രാവശ്യം പോയിട്ട് അവൻ പറയുന്നു, ഇല്ല. ഇതേ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കൈ പോലെ ഒരു മേഘം വരുന്നുണ്ട്. ഇനിയും ഇതിലും ഭയങ്കര ഒരു കാര്യം പറയാം. ഇത് കഴിഞ്ഞു മഴ പെയ്തു, 12 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്ന്, നമ്മളൊക്കെ പറയാറില്ലേ, 12 മണിക്കൂർ പ്രാർത്ഥിച്ചു മറുപടി കിട്ടി. മറുപടിയൊക്കെ കിട്ടി ഇറങ്ങി വന്ന് ഏലിയാവ് മടങ്ങി ഇങ്ങോട്ട് വരുമ്പോ അവിടെ കാണാം ഈസബേലിന്റെ ഓർഡർ, എന്റെ പ്രവാചകന്മാരെ കൊന്നവന്റെ തല നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇതിനെ ഉരുളാൻ പോവുക. ഏലിയാവ് ഓടി ചൂരച്ചെടിയുടെ താഴെ കിടക്കുന്നു. അവിടെ കിടന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണെന്ന് പറയാൻ കാര്യം, എന്റെ ദൈവമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, എന്നെ അങ്ങ് എടുത്തോണേ, എന്നെ അങ്ങ് വിളിച്ചോണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണെന്നറിയാമോ? ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലല്ലോ, ഞാനൊരു ദൈവദാസനായി പോയല്ലോ, അതുകൊണ്ട് ദൈവമേ, എന്റെ ആത്മാവിനെ അങ്ങ് എടുത്തോണേ. ചൂരച്ചെടിയുടെ കീഴെ കിടക്കുക. ഈ പ്രാർത്ഥന തമ്പുരാൻ കേട്ടില്ല. കേൾക്കണം. കാരണം ആ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അഥവാ ഞാൻ മരിച്ചില്ലെങ്കിൽ ഈസബേലിന്റെ ആരെങ്കിലും വന്ന് എന്നെ വെട്ടിക്കൊല്ലും, അതുകൊണ്ട് അങ്ങ് എടുത്തോണേ. ഇതായിരുന്നു ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മൾ ആ ഭാഗം 18-19 രാജാക്കന്മാരുടെ പുസ്തകം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം കേട്ടോ. അത് വായിക്കുമ്പോ
ഞാൻ എങ്ങനെ വായിച്ച ആ ഭാഗത്തെ കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോ ഉള്ളം കത്തിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ആ പ്രാർത്ഥന എന്താ കേൾക്കാത്തെ? എന്റെ ഭാഷയെ പറയുക. എന്റെ ഭാഷയില് ഞാൻ ആ ഭാഗം ഒന്ന് വിവരിച്ച് പറയട്ടെ. ആ പ്രാർത്ഥന ഇങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിയപ്പോ ഇന്നും ഈ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തുമ്പോ ദൈവജനത്തിന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തി. സൂര്യച്ചെടിയുടെ കീഴെ കിടക്കുമ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ദൂതനെ വിട്ട് ദൈവം ചോദിച്ചു, ആരാ പ്രാർത്ഥിക്കുന്നേ? ഏലിയാവാ? ആരാത്? ദൈവഭക്തനാ? മഴ ഇറക്കിട്ട് മഴ പെയ്യിച്ചിട്ട് വന്നവനാ? എന്താ കാര്യം? കിടക്കുമ്പം ആകെ ശരീരം മുഴുവൻ ക്ഷീണിച്ചവനായി, വെള്ളം പോലും കിട്ടാതെ, ആഹാരമില്ലാതെ കിടക്കുകയാ. അവന്റെ ആവശ്യം എന്താ? അവൻ പറയാ, എന്നെ അങ്ങ് വിളിച്ചോളാൻ. അവന്റെ ആ ഹിസ്റ്ററി ഉണ്ടല്ലോ, ഹിസ്റ്ററി എടുത്ത് നോക്കി. ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റത്തില്ല, സർവീസ് റെക്കോർഡല്ല, അവന്റെ മുഴുവൻ, ഇന്ന് നമ്മുടെ പറയുന്ന പോലെ ജാതകം എന്നൊക്കെ പറയുന്ന പോലെ അവന്റെ മൊത്തം ഹിസ്റ്ററി എടുത്ത് നോക്കി. അതിൽ എഴുതിയേക്കുന്നു, ഇവനെ മരണം കൂടാതെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നവനാണ്. അതുപോലെയാണ് അവൻ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അവൻ പറയുക, എന്നെ അങ്ങ് എടുത്തോണേന്ന്. ദൈവം പറഞ്ഞു, എന്താ ഒരു പ്രശ്നം? അപ്പൊ ദൂതൻ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ പ്രശ്നം, അവൻ ആഹാരമില്ല, വെള്ളമില്ല. ഉടനെ പറഞ്ഞു, ഇപ്പോഴത്തെ നീടങ്ങ് നടക്കട്ടെ, ആഹാരം കൊടുക്ക, വെള്ളം കൊടുക്ക. ദൂതൻ ചാടി ഇറങ്ങി വന്നിട്ട് ആ മറുപടി അല്ല കൊടുത്തത്, അടയും തുരുത്തിയിൽ വെള്ളവും കൊടുത്തു. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നീഡ് എന്താണോ അത് ആ നിമിഷത്തിൽ അപ്പം കിട്ടുകയും വെള്ളം കിട്ടുകയാ. അപ്പൊ വലിയ ആവശ്യങ്ങൾ വേറെയുണ്ട്, ഇതിലും വലിയ ആവശ്യങ്ങൾ വേറെയുണ്ട്. അതവിടെ നിൽക്കുകയാ. ഇപ്പോഴത്തെ ആവശ്യം അപ്പവും വെള്ളവാ, അടയും വെള്ളവും, കനൽമേൽ ചുട്ടി അടയും വെള്ളവാ ഇപ്പോഴത്തെ ആവശ്യം. ആ ആവശ്യം തമ്പുരാൻ അങ്ങ് സാധിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ ഏലിയാവേ, നിന്നെ വിളിച്ചിരിക്കുന്നത് വേറെ പർപ്പസിന് വേണ്ടിയാ. നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് വേറെയാ. നിന്റെ ടൈം ആയിട്ടില്ല. അവിടെ പറഞ്ഞു, നിന്റെ ടൈമാ നീ പറഞ്ഞത്. ഇവിടെ ക്രോണോസ്, കർത്താവെ വിളിച്ചോണേന്ന്. നിന്റെ ടൈം, അപ്പോയിന്റഡ് ടൈം ഉണ്ട്. അപ്പൊ അഗ്നിമയങ്ങളായ രഥങ്ങളും കുതിരകളും വന്നിട്ട് നിന്നെ എടുത്ത് ഒടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നും അത് പ്രസംഗിക്കപ്പെടും. അത് ദൈവത്തിന്റെ പദ്ധതിയാ. അതുകൊണ്ട് നിനക്ക് സമയമായിട്ടില്ല, ഈ ടൈം ആയിട്ടില്ല, നിന്റെ ടൈം ആയിട്ടില്ല. നീ എഴുന്നേക്ക്, നടക്ക്. അടുത്ത് എന്റെ ഭാവനെ പറയുക. അടുത്ത് സ്വർഗം ചോദിച്ചു, അവന്റെ പ്രശ്നം എന്താ? അവന്റെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു. അതെ, ഇവന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ദൈവഭക്തയല്ലാത്ത, നാബോത്തിനെ കൊന്നുകളഞ്ഞ, ഭക്തന്മാരുടെ രക്തം ചിന്തിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീയെ അനേകരെ കൊന്നുകളഞ്ഞു, ദൈവഭക്തന്മാരെ കൊന്നു. ആഹാബിനെ നാബോത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു. ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ വേണ്ടി തിരിച്ചു ബാലിന്റെ പുറകെ തിരിച്ചു കളഞ്ഞു. ജനത്തെ മുഴുവൻ തിരിച്ചു. ദുഷ്ടയായ സ്ത്രീ. അതുകൊണ്ട് ആ സ്ത്രീ ഇവനെ കൊല്ലും. പേടിച്ചിട്ടാ വന്ന് കിടക്കുന്നത്. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, എന്റെ ഭാഷയിൽ പറയാ, ഒരു കാര്യം ചെയ്യ. ഏലിയാവെന്ന് പറയുന്ന അവൻ തന്നെ ഒരുവനെ അഭിഷേകം ചെയ്യട്ടെ. അവന്റെ കൈകൊണ്ട്, അവനല്ലേ പറഞ്ഞത് കർത്താവേ ഇസ്രായേലിനെ പേടിച്ചെന്ന്. അവന്റെ കൈകൊണ്ട് തന്നെ ഒരുവനെ അഭിഷേകം ചെയ്യട്ടെ. അവനാകട്ടെ ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ, ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന, ദൈവരാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന ദേശാധിപതി ശക്തിയെ, പിശാചിനെ, നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചയോട്, അധികാരങ്ങളോട് ഇന്നെതിരായിട്ട് നിൽക്കുന്ന ആ ശക്തിയെ, അതിനെ ഗോപുരത്തിന്റെ മേളിൽ നിന്ന് ഓടറിട്ട് താഴോട്ട് തള്ളിയിട്ടിട്ട് അവളുടെ രക്തം നായ്ക്കൾ നക്കാൻ തക്കവണ്ണം ഒരുവനെ അഭിഷേകം ചെയ്യുന്ന കൈ ഏലിയാവിന്റെ കൈയാകട്ടെ. എവിടെ വെച്ചാ സ്വർഗം തീരുമാനിക്കുന്നത്? സൂര്യച്ചെടിയുടെ കീഴെ തളർന്ന് കിടക്കുമ്പോ, സൂര്യച്ചെടിയുടെ കീഴെ തളർന്ന് കിടക്കുന്നത് പോലെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരനുഭവത്തിൽ നോക്കുമ്പോ സ്വർഗം നിന്നെ വെറുതെ വിടുകയല്ല, നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ അപ്പോയിന്റ് ചെയ്ത് വെക്കുകയാ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകരം ദൈവജനത്തെ ഓർക്ക്, സ്വർഗം തീരുമാനിച്ചു, ഏലിയാവേ എഴുന്നേക്ക്, ഒരു 3 പേരെ നീ അഭിഷേകം ചെയ്യുക. 1 ഹസയേലിനെ ശമരിയയില്, 2 ഏലിശയെ നിനക്ക് പകരമായിട്ട്, യേഹൂവിനെ ഇസ്രായേലിന്. എന്തിനാന്നറിയാമോ? യേഹൂ ഇവനാണ് ഒരു ഓർഡർ ഇട്ടു. ആരാ അവിടെ ഉള്ളത്? 2 ഷണ്ണന്മാർ തലയിട്ടു. അവർ പറഞ്ഞു, ഇസബേലിനെ, അവളെ കണ്ണെഴുതി പൊട്ടു തൊട്ട് മഷിയാക്കിയിട്ട് താഴോട്ട് നോക്കി നിൽക്കുക. യജമാനെ കൊന്ന സിമ്രിയെ, നിനക്ക് സമാധാനമോ? ആരെന്റെ ഭാഗത്തുള്ളൂ, അവളെ തള്ളി താഴോട്ടിട്. ആരഭിഷേകം ചെയ്തെന്നറിയാമോ? യേഹൂവിനെ. ചൂരച്ചെടിയുടെ താഴെ വേദനയോടെ കിടന്ന്, ഭയപ്പെട്ട് കിടന്ന അവനെ അഭിഷേകം, ആ ഇസബേലിനെ ആരെ ഭയപ്പെട്ട് കിടന്നോ അവളെ കൊല്ലുവാനുള്ളവനെ അഭിഷേകം ചെയ്ത യേഹൂ. അഭിഷേകം ചെയ്ത യേഹൂവിനെ അവന്റെ തലമേൽ അഭിഷേക തൈലം ഒഴിച്ചത് ഏലിയാവാ. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. വെറുതെ ദൈവം നിന്നെ വിട്ടുകളയുകയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരു തക്ക സമയം വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരു തക്ക സമയം വെച്ചിട്ടുണ്ട്. അത് ലോകത്തിന്റെ ടൈം അല്ല, അത് നിന്റെ ടൈം അല്ല, അത് മനുഷ്യന്റെ ടൈം അല്ല. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നമ്മുടെ ടൈം അല്ല, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പകൽ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരു ടൈം വെച്ചിട്ടുണ്ട്. അത് ലോകത്തിന്റെ ടൈം അല്ല, ദൈവം തരുന്ന ഒരു ടൈം തമ്പുരാൻ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വായിച്ച ഒരു സംഭവം കൂടെ ഈ നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തിൽ ഒരു സമയം പറയാം. 19ാം നൂറ്റാണ്ടില് പോർച്ചുഗലിൽ നടന്ന ഒരു വലിയ യൂറോപ്പിൽ നടന്ന ഒരു വലിയ സംഭവം. അവിടെ നടന്ന ഒരു സംഭവമാണ്. അവിടെ നടന്ന ഒരു ഞാൻ വായിച്ചതാണ്. ഈ നമ്മുടെ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഒരു അനുഭവം വായിച്ചതാ. അനുഭവത്തിൽ ഒരു പ്രീസ്റ്റ്, ഒരു ദൈവദാസൻ, ഒരു പ്രീസ്റ്റ്, ഒരു അച്ഛൻ, അദ്ദേഹം ഈ മാർട്ടിൻ ലൂഥറിന്റെ ആ ഉണർവിന്റെ സമയത്ത് ഒരു പള്ളിയിലേക്ക് വന്ന് ചാർജ് എടുത്തു. ചാർജ് എടുത്ത് അദ്ദേഹം ഭയങ്കര തീഷ്ണമായിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് സെമിനാരിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വന്ന് തീഷ്ണതയോടെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രീസ്റ്റ് അദ്ദേഹം വന്ന് ചാർജ് എടുത്തു. അദ്ദേഹം വന്ന് ചാർജ് എടുത്ത് ഒരു പള്ളി വന്ന് ചാർജ് എടുത്ത് മൂന്നാമത്തെ ട്രാൻസ്ഫർ ആണ്. മൂന്നാമത്തെ ട്രാൻസ്ഫർ ഒരു ഗ്രാമത്തിലേക്കാണ്. ഇത്രയും ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഒന്ന് ചാർജ് എടുത്തപ്പോഴ് അവിടെ ഒന്ന് ചാർജ് എടുത്ത് അപ്പൊ ഒരു ശനിയാഴ്ചയാണ് ചാർജ് എടുക്കുന്നത്. ഇദ്ദേഹം ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. 500 ഇടവകക്കാരുണ്ട്, 500 മെമ്പേഴ്സ് ഉണ്ട് ചർച്ചില്. നാളെ രാവിലെ നല്ലൊരു പ്രസംഗത്തിന് വേണ്ടി, ഞായറാഴ്ച രാവിലെ ഭയങ്കര ഒരു പ്രസംഗത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാ. അങ്ങനെ പ്രസംഗമൊക്കെ നടത്തിക്കൊണ്ട് പ്രസംഗമൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെളുപ്പിനെ 3:30 വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കര ശക്തിയോടെ, ആത്മാവിന് ശക്തിയോടെ പ്രസംഗിക്കാൻ വന്നു. രാവിലെ ആരാധന നടത്താൻ വന്നു. 10:30 ആയപ്പോ, 10 മണിക്കാണ് ആരാധന തുടങ്ങുന്നത്, 1 മണി വരെയാ. 10:30 ആയിട്ടും ആരെയും കാണാനില്ല. ഒരു 10:45 ആയപ്പോ 3 കുസൃതി പിള്ളേര് അവരിങ്ങനെ ഒരു മുടിയൊക്കെ സ്പൈക്ക് ചെയ്ത് ഒരുമാതിരി കീറിയ ജീൻസ് ഒക്കെ ഇട്ട് ഒരു 3 പേര് കയറി വന്നു. അവര് കയറി വന്ന് പള്ളിയുടെ ഒരു ബെഞ്ച് വന്നിട്ട് അലസമായിട്ടിരുന്നു. അങ്ങോട്ടും അന്ന് മൊബൈലില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി കളിച്ചുകൊണ്ടൊക്കെ അവരിരുന്നു. ഈ പ്രീസ്റ്റിന് ഭയങ്കരമായ വിഷമം തോന്നി, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എന്തുകൊണ്ടാണ് ഈ പിള്ളേർ ഇങ്ങനെ? ഈ ഇദ്ദേഹം എന്തായാലും പ്രാർത്ഥന അങ്ങ് തുടങ്ങി. കണ്ണടച്ചിരുന്ന് ഭയങ്കര പാട്ടൊക്കെ പാടി അദ്ദേഹം അങ്ങ് പ്രാർത്ഥിച്ചു, ഇന്നലത്തെ പ്രാർത്ഥന ശക്തിയോടെ. അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം വേറെ ഒരു ഭാര്യയും ഭർത്താവ് കൂടെ വന്നു. ഭാര്യയും ഭർത്താവ് എന്നറിയാൻ കാര്യം, പള്ളിയുടെ വാതൊക്കെ വരെ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയാ വന്നേ. അവർ വഴക്കുണ്ടാക്കി അലസമായിട്ട് വന്നു. രണ്ടുപേര് അകത്തോട്ട് കയറി വന്ന് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഒരാൾ ചേരയിൽ ഇങ്ങോട്ടിരുന്നു, മറ്റേ ആളും ചേരയിൽ അങ്ങോട്ടിരുന്നു. ഭാര്യയും ഭർത്താവും അങ്ങോട്ടിരുന്നു. അച്ഛൻ പറയുന്നൊന്നും അവർ കേൾക്കുന്നില്ല, ഈ പ്രീസ്റ്റ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ദേഷ്യപ്പെട്ട് മുഖമൊക്കെ കുത്തിച്ച് ഒരുമാതിരി ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂറിനെ കഴിഞ്ഞപ്പം ഒരാൾ ഒരു കയറൊക്കെ പിടിച്ചോണ്ട്, അയാൾ മുടി ചീകിയിട്ടേ ഇല്ല, ശരീരം മുഴുവൻ മണ്ണ് പിടിച്ച ഒരു ശരീരമായിട്ട് അയാൾ വന്ന് അലസമായിട്ട് ഒരു അരവട്ടനെ പോലെ ഒരാൾ വന്ന് പുറകിലിരുന്നു. ആകെപ്പാടെ അങ്ങനെ 3ഉം 2ഉം 5ഉം ഒരു 6 പേര് പള്ളിയില്. ആകെ ചർച്ചിൽ 6 പേരേ ഉള്ളൂ. അച്ഛൻ എന്തായാലും ഒരുക്കി വെച്ച പ്രസംഗം അച്ഛൻ അങ്ങ് ധൈര്യമായിട്ട് ഈ പ്രീസ്റ്റ് അങ്ങോട്ട് പ്രസംഗിച്ചു. കണ്ണടച്ചു പിടിച്ച് പ്രസംഗം. പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രീസ്റ്റ് നോക്കി, ആ 3 പിള്ളേരും പ്രസംഗം തീർന്നപ്പോഴത്തേക്കും പതി ഇറങ്ങിപ്പോയി, ആരുമില്ല. പിന്നെ ഈ പ്രീസ്റ്റ് തന്നെ ആ പ്രാർത്ഥിച്ച് ആശീർവാദമൊക്കെ പറഞ്ഞ് സ്തോത്രകാഴ്ച സഞ്ചിയൊക്കെ പിടിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വേറൊരു സംഭവം നടന്നു. അവിടെ ഒരു ഗ്രാമം ആയതുകൊണ്ട്, ഈ വനത്തിന്റെ ഭാഗം ആയതുകൊണ്ട് ഒരു 2 ചെറുപ്പക്കാർ ഓടി വന്നിട്ട് അച്ഛനോട് ആ സഞ്ചി പിടിച്ചു മേടിക്കാൻ തുടങ്ങി. അച്ഛന് കൊടുത്തില്ല. അച്ഛനെ പിടിച്ച് താടിയിട്ട് ഒരുത്തനിങ്ങനെ അച്ഛന്റെ പുറത്ത് ആ പ്രീസ്റ്റിന് മുഖത്തിങ്ങനെ മാന്തിയിട്ട് അച്ഛൻ പറഞ്ഞ് താഴെ വീണു. ആ സഞ്ചി മേടിച്ച് അതിനകത്തെ ചില്ലറ പൈസ, ആകെ ഉണ്ടായിരുന്ന ചില്ലറ പൈസ എടുത്തോണ്ട് അവര് പോയി. എന്നിട്ട് അച്ഛന്റെ മുഖത്തേക്ക് ആ തുണിസഞ്ചി എറിഞ്ഞിട്ട്, സ്തോത്രകാഴ്ച പാത്രം എറിഞ്ഞിട്ട് അവര് പോയി. ഈ പ്രീസ്റ്റ് പോയിരുന്ന് കരഞ്ഞിട്ട് എഴുതി. എന്നിട്ട് ആ ഡയറിക്കകത്തൊരു ചരിത്രം എഴുതി. അതൊരു സംഭവമായിട്ട് ഞാൻ പറയാം. ഡയറിക്കകത്തൊരു ചരിത്രം കണ്ണുനീര് കുതിർന്ന് എഴുതിയത്. അത് എഴുതിയപ്പോ തന്നെ കണ്ണുനീര് വീണ് എഴുതി, ഇന്നെന്റെ ജീവിതത്തിലെ ഒരു ഡാർക്ക് സൺഡേ, ഈ സൺഡേയിൽ എന്റെ ജീവിതത്തിലെ കരയുന്ന സൺഡേ. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞു. അച്ഛന്റെ റിട്ടയർമെന്റാ, യൂറോപ്പിലെ റിട്ടയർമെന്റാ. 60 വയസ്സായപ്പം അച്ഛൻ റിട്ടയർ ചെയ്യുക. ആ റിട്ടയർ ആയുമ്പം ഈ പത്രത്തിലൊക്കെ ഒന്ന് പരസ്യം കൊടുത്ത് അച്ഛൻ ഈ പ്രീസ്റ്റിങ് റിട്ടയർ ചെയ്യുന്ന ആ ദിവസം റിട്ടയർമെന്റിന്റെ സമയമായി എല്ലാവരും ഇങ്ങനെ ഒരുപോലെ വന്ന് ഒത്തിരി ജനങ്ങൾ വലിയ സംഭവമായിട്ട് റിട്ടയർമെന്റ് നടത്തുന്നത് ആ ടൈമില്. അങ്ങനെ റിട്ടയർമെന്റിന്റെ ടൈമായി അച്ഛൻ ഈ പ്രീസ്റ്റിന് സംസാരിക്കാൻ സമയം കൊടുത്തു. സംസാരിച്ചപ്പോ പ്രീസ്റ്റിന് എല്ലാ കാര്യവും പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞു, ഞാൻ എന്റെ ശുശ്രൂഷയില് 3000 പേരെ സഹായിക്കുന്നു, 3000 ഓർഫൻസിനെ ഈ പ്രീസ്റ്റ് സഹായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ തെരുവിൽ നിന്ന് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അവരെ പല ആളുകളോട് വേണ്ടി സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ശുശ്രൂഷയില് യേശുവിനെ 2000 പേരിലധികം യേശുവിനെ സ്വീകരിച്ച സംഭവമുണ്ട്. ഇതൊക്കെ അച്ഛൻ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് അവസാനമായി പറഞ്ഞു, എന്റെ ഒരു ഡാർക്ക് സൺഡേ ഉണ്ട്. ആ ഡാർക്ക് സൺഡേ ഒരു കാര്യം പറയട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നിമിഷത്തില്
കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ഒരു സംഭവം എന്നേക്ക് പറ്റി. അത് ഈ അച്ഛൻ ആ സംഭവം വിവരിച്ചു. ഞാൻ ഒരുക്കി വെച്ച പ്രസംഗം 3:30 വരെ പ്രാർത്ഥിച്ചിട്ട് പോയതാ, അതിന് ഇന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. സദസ് അങ്ങനെ അച്ഛൻ കണ്ണുനീര് വാർത്തിരുന്നപ്പം സദസ്സിൽ നിന്ന് ഒരു വയോവൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റ് അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു, എനിക്കൊരു 5 മിനിറ്റ് വേണം. അവര് പറഞ്ഞു, സംഘാടകർ പറഞ്ഞു, ആട്ടെ 5 മിനിറ്റ് പറഞ്ഞപ്പം പറഞ്ഞു, അച്ഛൻ ആ പ്രീസ്റ്റ് ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ഡാർക്ക് സൺഡേ എന്ന്, അന്ന് വന്ന ആ ഭാര്യ ഭർത്താവ് പറഞ്ഞില്ലേ, അതിലെ ഭർത്താവാ ഞാന്, ഇതേ ഇരിക്കുന്ന എന്റെ ഭാര്യ, ഒന്ന് എഴുന്നേറ്റിട്ട് അവര് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് ഈ സംഭവമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാ, ഒരു കാര്യം പറയാനുണ്ട്. അന്നത്തെ ആ പ്രസംഗത്തിൽ ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവുന്നേ, അന്ന് ആ പള്ളിമേടയിൽ ഞങ്ങൾ വന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. അന്ന് ഈ ഗവൺമെന്റിൽ നിന്ന് ഡൈവോഴ്സ് നോട്ടീസ് വേണ്ട, ഈ അച്ഛന്റെ എന്ന് പ്രീസ്റ്റിന് അത്ര അധികാരമുള്ളതുകൊണ്ട് പ്രീസ്റ്റിന്റെ ഡൈവോഴ്സ് നോട്ടീസ് മതി, പ്രീസ്റ്റിന്റെ ഡൈവോഴ്സിന്റെ പേപ്പർ മേടിക്കാനാണ് ഞങ്ങൾ വന്നേ. പക്ഷെ അച്ഛൻ ആ പ്രീസ്റ്റ് അന്ന് പ്രസംഗിച്ചത് അത് എന്നോടായിരുന്നു. ഞാൻ ആ പ്രസംഗത്തിൽ ഇരുന്ന് കരഞ്ഞുപോയി. കരഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ പുറത്തിറങ്ങുമ്പം എന്റെ ഭാര്യ സമ്മതിക്കുകയാണെങ്കിൽ ഇനി ഡൈവോഴ്സ് വേണ്ടെന്ന് മാത്രമല്ല, ദൈവം തരുന്ന ആയുസ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം തീരുമാനിച്ചു. ഞാൻ ഇറങ്ങി വന്നപ്പം കണ്ണുനീരോടുകൂടി എന്റെ ഭാര്യ ആ പ്രസംഗം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് പിരിയണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമ്മളോടായിരുന്നല്ലോ ആ പ്രസംഗം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛനെ കാണാനുള്ള മനസ്സില്ലാതെ ഞങ്ങൾ അന്ന് പോയി. ഇന്നും ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നു. 70-75 വയസ്സുണ്ട്, എപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. അതുകൊണ്ട് അച്ഛന്റെ അത് ഡാർക്ക് ഡേ അല്ല. ഓട്ടനെ തന്നെ സദസ്സിൽ നിന്ന് വേറൊരാൾ എഴുന്നേറ്റു. അയാൾ എഴുന്നേറ്റ് അതുകൊണ്ട് എനിക്ക് വേണം 5 മിനിറ്റ്. അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇപ്പോ ആ പ്രീസ്റ്റ് പറഞ്ഞില്ലേ, ആ ഉണ്ടായിരുന്ന ഒരു കയറുമായിട്ട് വന്നൊരു മനുഷ്യൻ, ഞാൻ എന്നൊരു ബിസിനസ്സുകാരനായിരുന്നു, എന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് ഞാൻ മാനസികമായിട്ട് തകർന്ന് കടം കയറി നശിക്കാൻ വേണ്ടി എല്ലാ ബാങ്ക്രപ്സി വന്ന് ബാങ്കിൽ ബാങ്ക്രപ്സി ആയിട്ട് ഞാൻ ഇരിക്കുമ്പോ ഒരു നിർവാഹം ഇല്ലാതിരിക്കുമ്പോഴാ അച്ഛൻ ഒരു വാക്കിനോട് അന്ന് പ്രസംഗിച്ചപ്പോ ഒരു വാക്ക് പറഞ്ഞു. ആ പ്രീസ്റ്റ് പറഞ്ഞു, ഇല്ല മകനെ, നിന്റെ ജീവിതത്തിൽ ഒരു ബാക്കിയുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നിനക്ക് രൂപാന്തരം വരുത്തും, ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഈ അവസ്ഥയിൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയാ, മഹത്വത്തിലേക്ക് മാറ്റാനാണെന്ന്. ആ വചനം എന്നോട് ആരോ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുന്ന പോലെ തോന്നി. ഞാൻ ഇറങ്ങി പുറത്തു വന്നു. ഞാൻ അന്ന് ആ കയറി ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഈ യൂദാ ചെയ്ത പോലെ യൂറോപ്പിലെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. മരിക്കാൻ പോകുന്നതിന് മുമ്പ് പള്ളി പോയിട്ട് ഈ നാണയം വരെയും ഉള്ള സാധനം എല്ലാം കൊടുത്തിട്ട് പോകും, അതിനുവേണ്ടി വന്നതായിരുന്നു. അങ്ങനെ പള്ളി വന്നതാ. അന്ന് ഞാൻ തിരിച്ചുപോയി. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. ആ കയറി ഞാൻ അവിടെ വലിച്ചെറിഞ്ഞു. ഞാൻ ഇറങ്ങി വന്ന് അത്ഭുതം എന്ന് പറയാം, എനിക്ക് കടം കിട്ടാണ്ടെന്ന് കുറച്ച് പൈസ കിട്ടി. അങ്ങനെ എന്റെ ബിസിനസ് ശരിയായി. മടങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വന്നു. എന്റെ ബിസിനസ് എല്ലാം നന്നായി. മുമ്പേ ആ പ്രീസ്റ്റ് പറഞ്ഞില്ലേ 3000 പിള്ളേരെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന്, അതിൽ ഏകദേശം 500-ലധികം 1000-ഓടധികം പിള്ളേരെ സ്പോൺസർ ചെയ്യുന്ന എന്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, അച്ഛന്റെ ഡാർക്ക് ഡേ അല്ലായിരുന്നത്. ഒരു ചെറുപ്പക്കാരൻ കൂടി എഴുന്നേറ്റു. അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കൊരു 2 മിനിറ്റ് വേണം. കണ്ണുനീരോടെയാ, സദസ്സ് മുഴുവൻ കണ്ണുനീരോടെയാ ഇരിക്കുന്നേ. അത് എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ ഈ പത്രത്തിന്റെ പരസ്യം കണ്ടോണ്ടാ വന്നേ, ഈ പ്രീസ്റ്റ് ആണെന്ന്, ഈ പ്രീസ്റ്റിന്റെ പടം കണ്ടോണ്ടാ ഞാൻ വന്നത്, ഈ റിട്ടയർമെന്റ് ആണെന്നറിഞ്ഞ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഇറങ്ങി വന്നപ്പം അച്ഛന്റെ മുഖത്ത് മാന്തിയിട്ട് സ്തോത്ര കാഴ്ച പാത്രം വലിച്ച് ഞാൻ ആ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോയില്ലേ, അത് ഞാനായിരുന്നു. അന്ന് ഞാൻ പോയി കഴിഞ്ഞിട്ട് അച്ഛന്റെ മുഖത്തിൽ നിന്ന് ഒരു തേജസ് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ വരിക, പ്രീസ്റ്റിന്റെ മുഖത്തിൽ നിന്ന് ഒരു തേജസ് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ വരികയായിരുന്നു. അന്ന് ആ പ്രീസ്റ്റ് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ വരികയായിരുന്നു. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി മേലാൽ ഞാൻ ഈ അക്രമത്തിനോ ഇല്ല എന്ന് തീരുമാനിച്ചു. അന്ന് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇപ്പൊ ഞാനൊരു സുവിശേഷകനാ, സുവിശേഷം പറയുന്ന ആളാ. അതിന് കാരണക്കാരൻ ഈ മനുഷ്യനാ. അച്ഛൻ 1 മിനിറ്റിന് ശേഷം എഴുന്നേറ്റിട്ട് തിരിച്ച് പ്രീസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, ദൈവമാണ് ശരി, എനിക്ക് തെറ്റിപ്പോയി, ദൈവമാണ് ശരി, എനിക്ക് തെറ്റിപ്പോയി, ദൈവമാണ് ശരി. ഞാൻ മറ്റേതെല്ലാം വെട്ടി 3000 പേരെ സ്പോൺസർ ചെയ്യുന്നത്, 2000 പേരെ സ്വീകരിച്ചത്, അതെല്ലാം വെട്ടി. ആ ദിവസമായിരുന്നു ഞാൻ ആ 3:30 വരെ ഇരുന്ന് കരഞ്ഞിട്ട് ഏറ്റവും ദുഃഖമുണ്ടെന്ന് പറഞ്ഞ ആ ദിവസമായിരുന്നു ദൈവം അപ്പോയിന്റ് ചെയ്തിരുന്ന ദിവസം, ദൈവം എനിക്ക് വേണ്ടി വെച്ചിരുന്ന ദിവസം. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പേൻ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പേൻ. ഒരു ക്രോണോസ് ടൈം ഉണ്ട്, അത് മനുഷ്യന്റെ ടൈമാ. അതിനെ കുറിച്ച് തമ്പുരാൻ പറയുന്നു, വൈകിയാലും അത് വരും, അതിനായി കാത്തിരിക്കാം. ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്, അപ്പോയിന്റഡ് ടൈം, തക്ക സമയം, ദൈവത്തിന്റെ ടൈം. ആ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം തന്ന പ്രിയ ദൈവദാസന്, ദൈവസഭയ്ക്ക്, തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ കൂടെ കാലം കേൾപ്പിച്ച എല്ലാ നല്ല ദൈവാലോചനയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം.